Hi everyone, welcome back to Learnino. ഇന്ന് നമ്മൾ ഈ വീഡിയോ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കീം മാരത്തോൺ MCQയിൽ യൂണിറ്റ് 3 ജോമെട്രി എന്ന് പറഞ്ഞ ടോപ്പിക്കാണ്. അപ്പോൾ ഇതിൽ കവർ ചെയ്യാൻ പോകുന്ന മെയിൻ ടോപ്പിക്സ് എന്ന് പറയുന്നത് ലൈൻസ്, കോണിക് സെക്ഷൻസ്, വെക്റ്റർ ആൾജിബ്ര ആൻഡ് 3-dimensional geometry. So let us start. First question. If the slope of the line joining the points 3, 4 and minus 2a is equal to minus 2 by 5, then the value of a. Options A 6, B 4, C 3, D 2. Correct answer option A 6 ആണ്. അപ്പോൾ നമുക്ക് എക്സ്പ്ലനേഷൻ നോക്കാം. അതായത് തന്നിരിക്കുന്ന രണ്ട് പോയിന്റ്സ് 3, 4 ആൻഡ് മൈനസ് 2a ആണ്. അപ്പോൾ അതിൻ്റെ സ്ലോപ്പും തന്നിട്ടുണ്ട് മൈനസ് 2 by 5 എന്ന ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. So according to the given conditions, we have y minus y1 by x minus x1 is equal to തന്നിരിക്കുന്ന സ്ലോപ്പ് അല്ലേ? y minus y1 by x minus x1 ഇതാണ് സ്ലോപ്പ് വരിക, ദാറ്റ് ഇസ് m. സോ ഇവിടെ അല്ലെങ്കിൽ y2 minus y1 ഇപ്പോൾ രണ്ട് പോയിന്റ്സ് ആണല്ലോ തന്നിരിക്കുന്നത്. ഇപ്പോൾ കൺഫ്യൂസ്ഡ് ആവണ്ട. y2 minus y1 by x2 minus x1 is equal to m. അപ്പോൾ നമുക്ക് ഇത് x1 y1 ഫസ്റ്റ് പോയിന്റ് എടുക്കാം, x2 y2 സെക്കൻഡ് പോയിന്റ് എടുക്കാം. സോ ഇവിടെ y2 minus y1 അതായത് a minus 4 ഡിവൈഡഡ് ബൈ x2 minus x1 അതായത് minus 2 minus 3. ക്ലിയർ ആയല്ലോ LHS? ദിസ് ഈക്വൽ ടു സ്ലോപ്പ് അതായത് minus 2 by 5. ഇത് ജസ്റ്റ് റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഫൈനലി എയുടെ വാല്യൂ നമുക്ക് എന്താ കിട്ടുക? 6 ആണ് കിട്ടുക. Next question. The points p plus 1, 1, 2p plus 1, 3 and 2p plus 2, 2p are collinear if p is equal to. മൂന്ന് പോയിന്റ്സ് തന്നിട്ടുണ്ട്. ഇൻ ടേംസ് ഓഫ് പി ആണ് തന്നിരിക്കുന്നത്. ഓക്കെ, അതായത് വൺ സെറ്റ് ഓഫ് കോർഡിനേറ്റ്സ് ഇൻ ടേംസ് ഓഫ് പി, അതർ സെറ്റ് കോൺസ്റ്റൻസ് ആയിട്ട് ഇങ്ങനെ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ പിയുടെ വാല്യൂ എന്തായിരിക്കണം? പക്ഷെ തന്നിരിക്കുന്ന കണ്ടീഷൻ എന്താ? ഈ മൂന്ന് പോയിന്റ്സും കൊളീനിയർ ആണ്. ദാറ്റ് മീൻസ് ഓൾ ദ 3 points ലൈ ഓൺ ദ സെയിം ലൈൻ. Options A minus 1, 2, B 1 by 2, 2, C 2, 1, D minus 1 by 2, 2. Correct answer option D ആണ്, minus 1 by 2, 2. ഇപ്പോൾ ഇവിടെ ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ നമുക്ക് ഫോർമുല നോക്കാം. അതായത് 1 by 2 ഓഫ് വാല്യൂ x1 into y2 minus y3 plus x2 into y3 minus y1 plus x3 into y1 minus y2. അപ്പോൾ ഇതിവിടെ നമുക്ക് കറക്റ്റ് പോയിന്റ്സ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. തന്നിരിക്കുന്നത് ഇതേപോലെ x1 y1 ഓരോ വാല്യൂസും അങ്ങനെ കൺസിഡർ ചെയ്യാം. ഫസ്റ്റ് സെറ്റിന് x1 y1, സെക്കൻഡ് x2 y2, തേർഡ് വൺ x3 y3 എന്നിട്ട് കറസ്പോണ്ടിങ് ടേംസ് നമുക്ക് ഈ ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ 1 by 2 ഇൻറ്റു x1 ഇൻറ്റു x1 എന്ന് പറയുന്നത് p plus 1 ആണ് അല്ലേ, ഇൻറ്റു y2 minus y3, y2 എന്ന് പറയുന്നത് 3 ആണ് ആൻഡ് y3 2p ആണ്. സോ ഇൻറ്റു 3 minus 2p പ്ലസ് എക്സെട്ര, അതായത് ബാക്കി ടേംസ് എല്ലാം കറക്റ്റ് ആയിട്ട് അതേപോലെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ക്ലിയർ ആയല്ലോ? എന്നിട്ട് ഫൈനലി റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞ് സിംപ്ലിഫൈഡ് ഫോമിൽ എന്താ വാല്യൂ കിട്ടുക? 1 by 2 ഇൻറ്റു 2p² minus 3p minus 2. ഇനി എപ്പോഴാണ് മൂന്ന് പോയിന്റ്സ് കൊളീനിയർ ആവുന്നത്? when the area of the triangle formed by them is 0. അതിന് വേണ്ടിയിട്ടാണ് ഈ ഫോർമുല നമ്മൾ കണ്ടുപിടിച്ചത്. ഏരിയ ഓഫ് എ ട്രയാങ്കിൾ എന്നുള്ളത് 0 ആണെങ്കിൽ ദാറ്റ് മീൻസ് വാട്ട്? ആ മൂന്ന് പോയിന്റ്സും സെയിം ലൈൻ അല്ലെങ്കിൽ കൊളീനിയർ ആയിരിക്കും. അപ്പോൾ നമുക്കിപ്പോൾ ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ കിട്ടി ഇൻ ടേംസ് ഓഫ് പി, അത് ഈക്വേറ്റ് ടു 0 കൊടുക്കാം. ക്ലിയർ ആയല്ലോ? സോ ഈ 1 by 2 റൈറ്റ് സൈഡിൽ പോയാൽ 0 ആവും. ഇപ്പോൾ ബ്രാക്കറ്റിലെ ടേം ഇക്വേറ്റ് ടു 0. ഇപ്പോൾ 2p² minus 3p minus 2 equal to 0. ഇനി ഇത് ജസ്റ്റ് നമുക്ക് ഫാക്ടറൈസ് ചെയ്യണ പോലെ സ്പ്ലിറ്റ് ചെയ്യാം. അതായത് minus 3pനെ minus 4p plus p എന്ന് കൊടുത്തു. ഓക്കെ, എന്നിട്ട് ഇതേപോലെ നമ്മൾ ഇതിനെ സിംപ്ലിഫൈഡ് ഫോമിൽ ഫാക്ടറൈസ് ചെയ്തു. ഇപ്പോൾ ഇവിടെ ഫസ്റ്റ് 2 ടേംസ് നിന്ന് 2p ഔട്ട്സൈഡ് എടുക്കാം. അപ്പോൾ നമുക്ക് എന്താ വാല്യൂ കിട്ടും? p minus 2. ഓക്കെ, ഇനി നെക്സ്റ്റ് അഗെയിൻ ഒരു p minus 2 ഓൾറെഡി ഉണ്ട്. ക്ലിയർ ആയല്ലോ? അപ്പോൾ അതിന് ജസ്റ്റ് ഒരു ടേം ആയിട്ട് ബ്രാക്കറ്റിൽ കൊടുത്തു, അത്രയേ ഉള്ളൂ. സോ അഗെയിൻ p minus 2 ഇസ് കോമൺ. അപ്പോൾ p minus 2 ഔട്ട്സൈഡ് എടുത്താൽ 2p പ്ലസ് ഇവിടെ എന്താ 1 ആണ് കോഎഫിഷ്യന്റ്. അപ്പോൾ ഇൻറ്റു 2p പ്ലസ് 1. അങ്ങനെയാണ് ഈ വാല്യൂ കിട്ടുന്നത്. 2p plus 1 into p minus 2 equal to 0. So this means what? Either 2p plus 1 equal to 0. അതിൽ നിന്ന് p is equal to minus half കിട്ടും. Or p minus 2 equal to 0. അതിൽ നിന്ന് p is equal to 2 കിട്ടും. അപ്പോൾ p യുടെ വാല്യൂസ് ഏതൊക്കെയാണ്? minus 1 by 2, 2.
Next question. Equation of a line passing through 2 root 3 and inclined with x-axis at an angle of 75 degree s. അപ്പോൾ ഒരു ലൈൻ ഒരു പോയിന്റിലൂടെ പാസ് ചെയ്യുന്നുണ്ട് ആൻഡ് എക്സ് ആക്സസ് ആയിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ 75 എന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ ലൈനിന്റെ ഇക്വേഷൻ ആണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻസ് എ 2 plus root 3 into x minus y minus 4 equal to 0, b 2 minus root 3 into x minus y minus 4 equal to 0, c 2 minus root 3 into x plus y minus 4 equal to 0, d none of these. അപ്പോൾ ഇത് നോക്കിയാൽ തന്നെ അറിയാം ഓപ്ഷൻസിൽ പ്ലസ് മൈനസ് വേരിയേഷൻസ് മാത്രമേ ഉള്ളൂ അല്ലേ. അപ്പോൾ അത്രയും ക്ലിയർ ആയിരിക്കണം, നമുക്ക് ഗസ് ചെയ്യാൻ പോലും പറ്റില്ല. സോ നമുക്ക് എക്സ്പ്ലനേഷൻ നോക്കാം. അത് കറക്റ്റ് ആൻസർ എ ആണ്. 2 plus root 3 into x minus y minus 4 equal to 0. അപ്പോൾ നമുക്ക് ഓൾറെഡി ഇവിടെ m is equal to m നമുക്കറിയാം സ്ലോപ്പ് ആണെന്ന് അറിയാം അല്ലേ. സ്ലോപ്പ് ആണ് m എന്ന് പറയുന്നത്. അപ്പോൾ m is equal to tan theta ആണെന്നും നമുക്ക് ഫോർമുല അറിയാം. ക്ലിയർ ആയല്ലോ. ഇവിടെ തീറ്റയുടെ വാല്യൂ നമുക്ക് 75 ഡിഗ്രി ആണ് തന്നിരിക്കുന്നത്. ദാറ്റ് മീൻസ് m is tan 75 ഡിഗ്രി. ഈ 75നെ നമുക്ക് 45 plus 30 എന്ന് സ്പ്ലിറ്റ് ചെയ്തൂടെ അല്ലേ. സോ tan of 45 plus 30 എന്ന് എഴുതാം. ഇനി tan of x plus y എന്ന് പറയുന്ന ഫോർമുല എന്താണ്? tan of x plus y is equal to tan x plus tan y divided by 1 minus tan x into tan y. ക്ലിയർ ആയല്ലോ. ഈ ഒരു ഫോർമുലയും കൂടി യൂസ് ചെയ്യാം അവിടെ. സോ ഈ സ്റ്റെപ്പ് കിട്ടും tan 45 plus tan 30, അതായത് x എന്ന് പറയുന്നത് ഇതേപോലെ 45 എടുക്കുക ആൻഡ് y എന്ന് പറയുന്നത് 30 കൺസിഡർ ചെയ്യാം. ക്ലിയർ ആയല്ലോ. സോ tan 45 plus tan 30 divided by 1 minus tan 45 into tan 30. ഇനി tan 45 tan 30 വാല്യൂസ് എല്ലാം അറിയാം. tan 45 1 ആണ്, tan 30 is 1 by root 3. അപ്പോൾ അത് നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ 1 plus 1 by root 3 divided by 1 minus 1 by root 3. ഇത് നമ്മൾ ഏറ്റവും കോമൺ ആയിട്ട് സിംപ്ലിഫൈ ചെയ്യും. അപ്പോൾ നമുക്ക് LCM എടുക്കുക. അപ്പോൾ അത് കഴിഞ്ഞാൽ രണ്ട് അതായത് ന്യൂമറേറ്റർ ഡിനോമിനേറ്ററിൽ കോമൺ ഡിനോമിനേറ്റർ root 3 വരും, അത് ക്യാൻസൽ ചെയ്യാം. ഫൈനലി നമുക്ക് കിട്ടുന്നത് root 3 plus 1 by root 3 minus 1. ഇനി അഗെയിൻ നമ്മൾ ഇതിനെ റാഷണലൈസ് ചെയ്യാം. സോ കോൺജുഗേറ്റ് പെയർ ഉണ്ട്, ഡിനോമിനേറ്ററിന്റെ കോൺജുഗേറ്റ് പെയർ ഉണ്ട്, മൾട്ടിപ്ലൈ ചെയ്യുക, ഡിവൈഡ് ചെയ്യാം. സോ root 3 plus 1 മുകളിലും താഴെയും മൾട്ടിപ്ലൈ ചെയ്തു. എന്നിട്ട് നമുക്ക് ഡിനോമിനേറ്ററിൽ എന്താ കിട്ടുക? a plus b into a minus b നമുക്കറിയാം, a square minus b square, that is root 3 square minus 1 square. അപ്പോൾ 3 minus 1. അപ്പോൾ നമുക്ക് ഇവിടെ അതായത് ന്യൂമറേറ്ററിൽ root 3 plus 1 whole square വരും ആൻഡ് ഡിനോമിനേറ്ററിൽ root 3 square minus 1 square. ഇത് ക്ലിയർ ആണല്ലോ. സോ ഈ ഡിനോമിനേറ്റർ എന്ന് പറയുന്നത് 3 minus 1 നമുക്ക് 2 കിട്ടും. ഓക്കെ. ഇനി ന്യൂമറേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ a square, അതായത് root 3 square then plus 2 root 3 plus 1 കിട്ടും. ഈ root 3 square എന്ന് പറയുന്നത് 3 ആണ്. ഇനി 3 plus 1 എന്താ വരിക? 4 കിട്ടും അല്ലേ. ഇനി 2 root 3 ഉണ്ട്. സോ 4 plus 2 root 3 നമുക്ക് കിട്ടും അല്ലേ. ആൻഡ് ഡിനോമിനേറ്റർ നമുക്കിപ്പോൾ ഓൾറെഡി ഞാൻ പറഞ്ഞു 2 ആണെന്ന് പറഞ്ഞു. സോ നമുക്ക് 4 plus 2 root 3 divided by 2 കിട്ടും. ഇത് 2 കോമൺ ഫാക്ടർ ആണ് അല്ലേ. അപ്പോൾ ഇവിടെ ഓരോ ടേംസ് ഒന്നും 2 ക്യാൻസൽ ചെയ്യുക. സോ 2 plus root 3 കിട്ടും. ക്ലിയർ ആയല്ലോ. അങ്ങനെയാണ് ഇത് സിംപ്ലിഫൈഡ് ഫോമിൽ 2 plus root 3 കിട്ടിയത്. നെക്സ്റ്റ് ഇക്വേഷൻ ഓഫ് ദ ലൈൻ ദാറ്റ് പാസസ് ത്രൂ എ പോയിന്റ് 2, 2 root 3 ആൻഡ് ഹാവിംഗ് സ്ലോപ്പ്. ഇപ്പോൾ നമുക്ക് സ്ലോപ്പിന്റെ വാല്യൂ ആണ് 2 plus root 3 കിട്ടിയത്. അതെന്താ വരിക? y minus y1. നേരത്തെ ഒരു ഇക്വേഷൻ പറഞ്ഞില്ലേ പ്രീവിയസ് പ്രോബ്ലത്തിൽ, y minus y1 is equal to m into x minus x1. ഓക്കെ. ഇതിൽ സ്ലോപ്പ് ആണ് വേണ്ടതെങ്കിൽ ഈ x minus x1 LHS കൊടുക്കുക. ഇവിടെ ഇപ്പോൾ നമുക്ക് ഇക്വേഷൻ ആണ് വേണ്ടത്. സോ ഈ ഫോമിൽ തന്നെ എഴുതുക. ഇനി ഇതിൽ x1 y1 എന്തായിരിക്കും? ഏത് പോയിന്റിലൂടെയാണ് പാസ് ചെയ്യുന്നത് അതാണ് x1 y1. എക്സും വൈയും അങ്ങനെ തന്നെ ജനറൽ ആയിട്ട് എഴുതാം. അത് നമ്മൾ ആ ലൈനിന്റെ ഇക്വേഷനിൽ എഴുതുന്നതാണ്. ഇവിടെ എമ്മും കിട്ടി, അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ y minus y1 എന്ന് പറയുന്നത് 2 root 3 ആണ്. അതുപോലെ is equal to m എന്ന് പറയുന്നത് 2 plus root 3 ആണ് ഇൻറ്റു x minus x1 എന്ന് പറയുന്നത് 2 ആണ്. ക്ലിയർ ആയല്ലോ. അപ്പോൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, റീഅറേഞ്ച് ചെയ്യുക. അതായത് ബ്രാക്കറ്റ്സ് എല്ലാം ഓപ്പൺ ചെയ്ത് റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ജസ്റ്റ് എക്സിന്റെ ടേം അങ്ങനെ തന്നെ എഴുതുക. അതായത് 2 plus root 3 into x എന്ന് പറയുന്നത് അത് അങ്ങനെ തന്നെ എഴുതുക. നമുക്ക് ഓപ്ഷൻസിൽ ക്ലിയർ ആണ് ആ ഒരു ടേം.
ഓക്കെ, അപ്പോൾ 2 പ്ലസ് റൂട്ട് 3 ഇൻറ്റു എക്സ് മൈനസ് വൈ മൈനസ് 4 ഈക്വൽ ടു 0. ഇതാണ് സിംപ്ലിഫൈഡ് ഫോമിൽ ഇക്വേഷൻ കിട്ടും. Next question, a line passes through P12 such that its intercept between the axes is bisected at P. The equation of the line is, ഇപ്പോൾ ഒരു ലൈൻ ഒരു പോയിന്റ് 1,2 പാസ് ചെയ്യുന്നുണ്ട്, അതിന്റെ ഇന്റർസെപ്റ്റ് ബിറ്റ്വീൻ ദ ആക്സസ് എന്ന് പറയുന്നത് ഒരു പിയിലാണ് ബൈസെക്ട് ചെയ്തിരിക്കുന്നത്, P12 ആണ് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ലൈനിന്റെ ഇക്വേഷൻ ആണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻസ് എ എക്സ് പ്ലസ് 2y ഈക്വൽ ടു 5, ബി എക്സ് മൈനസ് വൈ പ്ലസ് 1 ഈക്വൽ ടു 0, സി എക്സ് പ്ലസ് വൈ മൈനസ് 3 ഈക്വൽ ടു 0, d 2x plus y minus 4 equal to 0. Okay, px plus 2y minus 5 equal to 0 എന്ന് പറഞ്ഞാലും സെയിം തന്നെ, ഒന്നെങ്കിൽ ആ കോൺസ്റ്റന്റ് RHS എഴുതിണ്ടാവും അല്ലെങ്കിൽ LHS എഴുതിണ്ടാവും. കറക്റ്റ് ഓപ്ഷൻ ഡി ആണ്, 2x plus y minus 4 equal to 0. അപ്പോൾ എക്സ്പ്ലനേഷൻ നോക്കൂ. അതായത് നമുക്കൊരു ഇക്വേഷൻ ഓഫ് എ ലൈൻ മേക്കിംഗ് ഇന്റർസെപ്റ്റ് എ ആൻഡ് ബി വിത്ത് എക്സ് ആക്സിസ് ആൻഡ് വൈ ആക്സിസ് റെസ്പെക്റ്റീവ്ലി. ഇത് ഇന്റർസെപ്റ്റ് ഫോമിലെ ഇക്വേഷൻ ഒരു ലൈനിന്റെ എങ്ങനെയാണ്, എക്സ് ബൈ എ പ്ലസ് വൈ ബൈ ബി ഇസ് ഈക്വൽ ടു 1. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് എ എന്ന് പറയുന്നത് എക്സ് ആക്സിസ് ആയിട്ട് മേക്ക് ചെയ്യുന്ന ഇന്റർസെപ്റ്റും ബി എന്ന് പറയുന്നത് വൈ ആക്സിസ് ആയിട്ട് മേക്ക് ചെയ്യുന്ന ഇന്റർസെപ്റ്റും. ക്ലിയർ ആയല്ലോ? അപ്പൊ നമുക്കിവിടെ ഓൾറെഡി 1, 2 എന്ന് പറയുന്ന പോയിന്റ് തന്നിട്ടുണ്ട് അല്ലേ? അതായത് നമുക്കിപ്പോൾ ക്വസ്റ്റ്യനിൽ ഈ ലൈൻ എന്ന് പറയുന്നത് നമുക്ക് ബൈസെക്റ്റഡ് അറ്റ് പി എന്ന് തന്നിട്ടുണ്ട്, ശരിയല്ലേ? സോ 1 is equal to a plus 0 by 2 and 2 is equal to 0 plus b by 2 ആയിരിക്കില്ലേ? കാരണം എന്താ, 1 ഈ p എന്ന് പറഞ്ഞ പോയിന്റ് ആണ് 1, 2. അപ്പോൾ ഈ 1 എന്ന് പറയുന്നത് ആക്ച്വലി എക്സ് ആക്സിസ് അല്ല എക്സ് കോർഡിനേറ്റ് ആണ്, 2 എന്ന് പറയുന്നത് വൈ കോർഡിനേറ്റ്. അപ്പോൾ എക്സ് കോർഡിനേറ്റ് 1 is equal to ഇവിടെ എക്സ് ഇന്റർസെപ്റ്റ് എ ആണ്, അപ്പോൾ a പ്ലസ് വൈയുടെ ടേം 0 ആയിരിക്കും അല്ലേ, ഡിവൈഡഡ് ബൈ 2. അതേപോലെ തന്നെ വൈ കോർഡിനേറ്റ് എന്ന് പറയുന്നത് 2 is equal to ഇവിടെ എക്സ് ടേം എന്ന് പറയുന്നത് 0 ആയിരിക്കും, കോർഡിനേറ്റ് 0 പ്ലസ് നെക്സ്റ്റ് വൈ ഇന്റർസെപ്റ്റ് ബി ആണ്, ബി ഡിവൈഡ് ബൈ 2. ഇതിൽ നിന്ന് എ ആൻഡ് ബി നമുക്ക് കിട്ടും അല്ലേ, അതായത് എക്സ് ആൻഡ് വൈ ഇന്റർസെപ്റ്റ്സ് കിട്ടും 2ഉം 4ഉം. അപ്പോൾ therefore the required equation of line എന്താ, ജസ്റ്റ് ഈ ജനറൽ ഇക്വേഷനിൽ എയും ബിയും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എക്സ് ബൈ 2 പ്ലസ് വൈ ബൈ 4 ഇസ് ഈക്വൽ ടു 1. ഇത് എഗെയിൻ നമ്മൾ റീഅറേഞ്ച് ചെയ്യാം. അതായത് ഇവിടെ ഇപ്പോൾ കോമൺ 2ന്റെ 4ന്റെയും കോമൺ LCM എന്ന് പറയുന്നത് എന്താ 2 ആണ്. സോ ജസ്റ്റ് ത്രൂ ഔട്ട് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ ഇതേപോലെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എഗെയിൻ ഇവിടെ ഒരു ഫ്രാക്ഷൻ വരും y by 2 എന്നുള്ളത്. സോ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ നമുക്ക് 4x by 2 പ്ലസ് 4y by 4 ഇസ് ഈക്വൽ ടു 4 കിട്ടും. ഓക്കെ, ഇപ്പോൾ ഫ്രാക്ഷൻ നമുക്ക് ആ ഒരു റാഷണൽ ഫോം മാറ്റണം. 4ഉം 4ഉം ക്യാൻസൽ ആയി, 2ഉം 4ഉം ക്യാൻസൽ ആയി 2 വരും. സോ 2x പ്ലസ് y ഇസ് ഈക്വൽ ടു 4, അല്ലെങ്കിൽ ആ 4നെ LHS എടുത്ത് എന്ത് കിട്ടും, 2x പ്ലസ് y മൈനസ് 4 ഇസ് ഈക്വൽ ടു 0. Next question, the equation of line passing through the point 1, 2 and perpendicular to the line x plus y plus 1 is equal to 0. അതായത് ഒരു പോയിന്റ് 1, 2 പാസ് ചെയ്യുന്നുണ്ട്, അത് മാത്രമല്ല വേറൊരു ലൈനായിട്ട് പെർപെൻഡിക്കുലർ ആണ്. ആ ലൈൻ എന്ന് പറയുന്നത് x plus y plus 1 equal to 0. സോ ആ ഒരു പർട്ടിക്കുലർ ലൈനിന്റെ ഇക്വേഷൻ നമുക്ക് കണ്ടുപിടിക്കണം. ഓപ്ഷൻസ് തന്നിരിക്കുന്നത് എ എക്സ് പ്ലസ് വൈ പ്ലസ് 1 equal to 0, ബി എക്സ് പ്ലസ് വൈ മൈനസ് 1 equal to 0, C x minus y minus 1 equal to 0, D x minus y plus 1 equal to 0. Correct answer option D ആണ്, അതായത് x minus y plus 1 equal to 0. അപ്പോൾ നമുക്കറിയാം ഇക്വേഷൻ ഓഫ് ലൈൻ പെർപെൻഡിക്കുലർ ടു ദ ലൈൻ x plus y plus 1 equal to 0. ഇത് തന്നിരിക്കുന്ന ഇക്വേഷൻ, തന്നിരിക്കുന്ന ലൈനിന്റെ ഇക്വേഷൻ ആണ് is x minus y plus c equal to 0. അതായത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ഇക്വേഷനായിട്ട് കമ്പയർ ചെയ്യുക. ഇപ്പോൾ പെർപെൻഡിക്കുലർ ലൈൻ, വേറൊരു ലൈൻ പെർപെൻഡിക്കുലർ ആണെങ്കിൽ ആ ലൈനിന്റെ ഇക്വേഷൻ നമുക്ക് ഇങ്ങനെ കൺസിഡർ ചെയ്യാൻ പറ്റും. അതായത് വൈയുടെ കോഎഫിഷ്യന്റ് എന്താണ്, അത് ജസ്റ്റ് മൈനസ് ആയിട്ട് കൺസിഡർ ചെയ്യാം. പിന്നെ ഈ ഒരു ഇന്റർസെപ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ വേറൊരു കോൺസ്റ്റന്റ് c ആയിട്ട് കൺസിഡർ ചെയ്യാം. സോ x മൈനസ് y പ്ലസ് c ഈക്വൽ ടു 0. ഇതായിരിക്കും ആ ഒരു another ലൈൻ പെർപെൻഡിക്കുലർ ടു ദിസ് ലൈൻ. ക്ലിയർ ആയല്ലോ? ഇനി ഈ ഒരു ലൈൻ 1,2 പാസ് ചെയ്യുന്നുണ്ട്, അതിന്റെ മീനിങ് എന്താ? അപ്പോൾ ദാറ്റ് മീൻസ് 1,2 ഈ ഒരു ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യണം, ശരിയല്ലേ? അപ്പോൾ എക്സിനും വൈക്കും വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എക്സിന് 1ഉം വൈക്ക് 2ഉം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ 1 മൈനസ് 2 പ്ലസ് c ഈക്വൽ ടു 0 കിട്ടും. അതിൽ നിന്ന് സിയുടെ വാല്യൂ 1 കിട്ടി. ഇനി നമ്മൾ അഗെയിൻ ഈ ഒരു ഇക്വേഷനിൽ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ എക്സ് മൈനസ് y പ്ലസ് സിയുടെ വാല്യൂ 1 കിട്ടി ഈക്വൽ ടു 0. ഇത് ജസ്റ്റ് റീഅറേഞ്ച് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ഓൾറെഡി ഈ ഒരു ഡി ഫോമിലാണ് തന്നിരിക്കുന്നത്. നമുക്കിപ്പോൾ ഓൾറെഡി ഇത് കിട്ടി. ആക്ച്വലി ലാസ്റ്റ് എക്സ്പ്രഷൻ്റെ ആവശ്യമില്ല. സപ്പോസ് ഓപ്ഷനിൽ ഇതുപോലെ ഈ ഒരു ഫോം തന്നിട്ടുണ്ടെങ്കിൽ
ചെറിയൊരു റീഅറേഞ്ച്മെന്റ് ആണ്. നമുക്ക് പെട്ടെന്ന് ഈ ഇക്വേഷൻ കാണുമ്പോൾ ഇതല്ലല്ലോ തോന്നിപ്പോവും. അപ്പോൾ ചെറിയൊരു റീഅറേഞ്ച്മെന്റ് ആണ്. ചിലപ്പോൾ ഓപ്ഷൻ ഇങ്ങനെയും തരാം. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ജസ്റ്റ് സൈൻസ് ചേഞ്ച് ചെയ്തെന്നുള്ളൂ. y മൈനസ് എക്സ് മൈനസ് 1 = 0, അല്ലെങ്കിൽ x മൈനസ് y പ്ലസ് 1 = 0. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, find the angle between the lines y minus root 3x minus 5 = 0 and root 3y minus x plus 6 is equal to 0. ഈ രണ്ട് ലൈൻസ് തമ്മിലുള്ള ആംഗിൾ കണ്ടുപിടിക്കണം. ഓപ്ഷൻസ് A 30 degree, B 150 degree, C 120 degree, D both A and B. കറക്റ്റ് ആൻസർ ഓപ്ഷൻ D ആണ്, A and B. അതായത് 30 ഡിഗ്രിയും 150 ഡിഗ്രിയും ഈ രണ്ട് വാല്യൂസും വരുന്നത്. അപ്പോൾ ലൈൻസ് എന്ന് പറയുന്നത് നമ്മൾ രണ്ട് ഇക്വേഷൻ ആയിട്ട് മാർക്ക് ചെയ്യുക. തന്നിരിക്കുന്ന ലൈൻസ് y minus root 3x minus 5 = 0 ഫസ്റ്റ് ഇക്വേഷൻ, സെക്കൻഡ് ഇക്വേഷൻ root 3y minus x plus 6 = 0 സെക്കൻഡ് ആയിട്ട് മാർക്ക് ചെയ്തു. ഇനി സ്ലോപ്പ് ഓഫ് ലൈൻ 1ന്റെ നമ്മൾ m1 എടുക്കുക, അതേപോലെ ലൈൻ 2ന്റെ m2 കൺസിഡർ ചെയ്യാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഇക്വേഷൻ അതായത് y minus root 3x minus 5 = 0 ൽ നിന്ന് y is equal to ഈ root 3x minus 5 അത് RHS കൊണ്ടുപോകാം. അപ്പോൾ എല്ലാം പ്ലസ് ആവും. root 3x plus 5. അപ്പോൾ ഇത് y is equal to mx plus c ഫോമിലല്ലേ, അല്ല ജനറൽ ഫോം. അതിൽ നിന്ന് നമുക്ക് സ്ലോപ്പ് കിട്ടില്ലേ, m1 is equal to root 3 കിട്ടും. ഇത് രണ്ടും കമ്പയർ ചെയ്താൽ മതി. അതായത് എക്സിന്റെ കോർഡിനേറ്റ് ഇല്ല, അതാണ് m. ഓക്കെ, എക്സിന്റെ കോഎഫിഷ്യന്റ്. ഓക്കെ, സോ m is equal to root 3. അതായത് m1 ലൈൻ 1ന്റെ അല്ല, അപ്പോൾ m1 = root 3. ഇതേപോലെ സെക്കൻഡ് ഇക്വേഷനും കമ്പയർ ചെയ്യുക ജനറൽ ഫോം ആയിട്ട്. അപ്പോൾ y ടേംസിൽ കേട്ടോ. സോ root 3y മാത്രം LHS-ലാക്കുക, ബാക്കി RHS കൊണ്ടുപോയാൽ x minus 6 കിട്ടും. ഇനി നമുക്ക് y is equal to ഫോമിൽ വരുത്തണം. സോ ഈ കോഎഫിഷ്യന്റ് RHS കൊണ്ടുപോകും. അപ്പോൾ ഡിവൈഡഡ് ബൈ വരും, x minus 6 by root 3 വരും. എഗെയിൻ ഇതിനെ സ്പ്ലിറ്റ് ചെയ്യുക, എക്സിന്റെ ടേംസിലും കോൺസ്റ്റന്റ് ടേംസിലും. അപ്പോൾ 1 by root 3 into x minus 6 by root 3. അപ്പോൾ ഇതും y is equal to mx plus c ഫോമിൽ കമ്പയർ ചെയ്താൽ m2ന്റെ വാല്യൂ നമുക്ക് എന്ത് കിട്ടും, 1 by root 3. എക്സിന്റെ കോഎഫിഷ്യന്റ് ആണ് 1 by root 3. സോ m2 = 1 by root 3 കിട്ടും. ഇനി ആംഗിൾ ബിറ്റ്വീൻ ടു ലൈൻസിന്റെ ഫോർമുലയാണ് tan theta is equal to modulus of m2 minus m1 by 1 plus m2 m1 അല്ലേ. സോ tan theta is equal to, ഇനി നമുക്ക് m1 m2 വാല്യൂസ് അറിയാം, അത് ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 1 by root 3 minus root 3 divided by 1 plus 1 by root 3 into root 3. സോ ഇവിടെ ഈ root 3 ക്യാൻസൽ ആവും. ഓക്കെ, അപ്പോൾ നമുക്ക് ഡിനോമിനേറ്ററിൽ 1 plus 1 that is 2 ആണ് കിട്ടുക. എഗെയിൻ ഇവിടെ എന്ന് പറയുന്നത് ഈ root 3നെ നമ്മൾ ജസ്റ്റ് ക്രോസ് പ്രോഡക്റ്റ് ചെയ്യുക, എന്നിട്ട് ഡിവൈഡഡ് ബൈ root 3. അപ്പോൾ 1 minus root 3 into root 3 എന്താ വരിക, 3 വരും, ഡിവൈഡഡ് ബൈ root 3 വരും. ഇനി ഓൾറെഡി ഡിനോമിനേറ്ററിൽ ഒരു 2 ഉണ്ട്, ഇവിടെ ഒരു root 3 ഉണ്ട്. സോ അത് പ്രോഡക്റ്റ് ആയിട്ട് വരും. അതാണ് 1 minus 3 by 2 root 3 തന്നിരിക്കുന്നത്. ഇനി 1 minus 3 minus 2 ആണ്. അപ്പോൾ ഈ 2ഉം ക്യാൻസൽ ആവും. മോഡുലസ് വാല്യൂ ആയതുകൊണ്ട് ഈ മൈനസ് നെഗ്ലക്ട് ചെയ്യുക. സോ 1 by root 3 കിട്ടും. അപ്പോൾ tan തീറ്റ എപ്പോഴാണ് 1 by root 3 ആവുന്നത്, when തീറ്റ is 30 degree. ക്ലിയർ ആയല്ലോ. അപ്പോൾ തീറ്റയുടെ വാല്യൂ 30 degree കിട്ടി. ഇതെന്ന് പറയുന്നത് acute angle ആണ്. ഓക്കെ, തീറ്റ 30 degree എന്ന് പറയുന്നത് acute angle ആണ്. ഇനി നമുക്ക് obtuse angle കൂടി കണ്ടുപിടിക്കാം. ദാറ്റ് ഈസ് റിലേഷൻ ബിറ്റ്വീൻ obtuse ആൻഡ് acute എന്താ, phi is equal to 180 minus തീറ്റയാണ്. അപ്പോൾ 180 minus 30 that is 150 degree. അപ്പോൾ റിക്വയർഡ് ആംഗിൾ എന്ന് പറയുന്നത് എന്തായിരിക്കും, ഒന്നെങ്കിൽ 30 അല്ലെങ്കിൽ 50. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, if the lines y is equal to 3x plus 1 and 2y is equal to x plus 3 are equally inclined to the line y is equal to mx plus 4, then find the value of m. രണ്ട് ലൈൻസ് തന്നിട്ടുണ്ട്, ഈക്വൽ ഇൻക്ലിനേഷൻ ആണ് ടു അനദർ ലൈൻ y is equal to mx plus 4. അങ്ങനെയാണെങ്കിൽ m-ന്റെ വാല്യൂ ആണ് കണ്ടുപിടിക്കാൻ പറ്റുള്ളത്, ആ കറസ്പോണ്ടിങ് ലൈൻ്റെ സ്ലോപ്പ് ആണ് കണ്ടുപിടിക്കാൻ പറ്റുന്നത്. ഓപ്ഷൻസ് A 1 plus or minus 5 root 2 by 7, B 5 root 2 minus 1 by 7, C 1 minus 5 root 2 by 7, D none of these. കറക്റ്റ് ആൻസർ ഓപ്ഷൻ A ആണ്, 1 plus or minus 5 root 2 by 7. സോ ആദ്യം തന്നെ 3 ലൈൻസ് തന്നിട്ടുണ്ട്. y is equal to 3x plus 1, 2y equal to x plus 3, y is equal to mx plus 4. ഈ മൂന്നും ഇക്വേഷൻസ് മാർക്ക് ചെയ്യാം. ഇനി നമുക്ക് ഓരോന്നിൻ്റെയും സ്ലോപ്പ് കണ്ടുപിടിക്കാം. എല്ലാം ജനറൽ ഇക്വേഷൻ ആയിട്ട് കമ്പയർ ചെയ്യാം. y is equal to mx plus c, അതാണ് നമ്മുടെ ജനറൽ ഇക്വേഷൻ. y is equal to mx plus c. സോ ഇവിടെ m1 നമുക്ക് 3 കിട്ടും. അതുപോലെ m2 കിട്ടണമെങ്കിൽ ഈ y നമുക്ക് അതിൻ്റെ കോഎഫിഷ്യൻ RHS കൊണ്ടുപോകണം. സോ നമുക്ക് y is equal to x by 2 plus 3 by 2 വരും അല്ലേ.
അപ്പോൾ ഇവിടെ ബൈ 2 അതായത് 1/2 ആണ് നമുക്ക് m2 കിട്ടുക. ക്ലിയർ ആയല്ലോ? m1 3 കിട്ടി, m2 1/2 കിട്ടി. ലാസ്റ്റ് വൺ m3 y is equal to mx plus 4. അത് ഓൾറെഡി m എന്നാണ് തന്നിരിക്കുന്നത്. അപ്പോൾ അത് അങ്ങനെ തന്നെ കൺസിഡർ ചെയ്യാം. അപ്പോൾ m1 m2 m3 കിട്ടി. ഇനി ഒരു എക്സ്ട്രാ ഇൻഫർമേഷൻ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അതായത് ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ലൈൻ ആർ ഈക്വലി ഇൻക്ലൈൻ ടു തേർഡ് ലൈൻ. ഓക്കെ, ക്ലിയർ ആയല്ലോ? അതിൻ്റെ മീനിങ് എന്താ? L1 L3 ആയിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ ഇറ്റ് വിൽ ബി ഈക്വൽ ടു L2 L3 ആയിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ. അതല്ല ഈ ഈക്വൽ ഇൻക്ലിനേഷൻ പറയുന്നത്. സോ ദാറ്റ് മീൻസ് ഈ ആംഗിൾസിനെ നമുക്ക് ഇക്വേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ഓൾറെഡി അറിയാം ടാൻ തീറ്റ എന്ന് പറയുന്നത് എന്താ? മോഡുലസ് ഓഫ് നമ്മൾ ചെയ്യുന്നത് L1 ആൻഡ് L3 ഇത് മേക്ക് ചെയ്യുന്ന ആംഗിളും L2 ആൻഡ് L3 ഈ രണ്ട് ആംഗിൾസും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഓക്കെ, അപ്പോൾ അത് തെറ്റിപ്പോരുത്. 1 and 3 2 and 3 എടുക്കണം. സോ ടാൻ തീറ്റയുടെ ഫോർമുല എന്താ? മോഡുലസ് ഓഫ് m1 minus m3 by 1 plus m1 m3 is equal to മോഡുലസ് ഓഫ് m2 minus m3 by 1 plus m2 m3. ഈ വാല്യൂസ് m1 m2 m3 ഇത് കറക്റ്റ് ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ അപ്പോൾ നമുക്ക് ഇക്വേറ്റ് ചെയ്യാം. അതായത് ആംഗിൾസ് അപ്പോൾ മോഡുലസ് ഓഫ് 3 minus m by 1 plus 3m is equal to മോഡുലസ് ഓഫ് 1/2 minus m by 1 plus 1/2 m. കറക്റ്റ് ആയിട്ട് m1 m2 m3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ദിസ് ഇസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ്. അതായത് ഈ മോഡുലസ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് കേസസ് എടുക്കണം. ഏതൊക്കെയാ? പ്ലസ് അല്ലെങ്കിൽ മൈനസ് കേസസ്. അപ്പോൾ ഈ 1/2 മൈനസ് എം എന്താ? 1 minus 2m/2. അതുപോലെ ഡിനോമിനേറ്ററിൽ 1 plus 1/2 m എന്താ? 2 plus m/2. ആ by2 ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്ററിൽ ക്യാൻസൽ ആയി പോകും. അങ്ങനെയാണ് നമുക്ക് 1 minus 2m by m plus 2 എന്ന് കിട്ടുന്നത്. അതായത് 1/2 minus m by 1 plus 1/2m എന്ന് പറയുന്നത് ജസ്റ്റ് എഗെയിൻ നമ്മൾ ഇതേപോലെ ക്രോസ് പ്രോഡക്റ്റ് ചെയ്യുക. അപ്പോൾ 1 minus 2m by 2 ഡിവൈഡഡ് ബൈ 2 plus m by 2. ഈ 2 ക്യാൻസൽ ചെയ്യും. സോ 1 minus 2m divided by m plus 2. ക്ലിയർ ആയല്ലോ? ഇനി മോഡുലസ് വാല്യൂ റിമൂവ് ചെയ്യുമ്പോൾ നമുക്ക് അതിനെ പ്ലസ് ഓർ മൈനസ് കേസ് ആയിട്ട് കൺസിഡർ ചെയ്യണം. അപ്പോൾ നമുക്ക് രണ്ട് കേസ് എടുക്കാം. ഒന്ന് RHS പോസിറ്റീവ് ആയിട്ടുള്ളതും ഒന്ന് RHS നെഗറ്റീവ് ആയിട്ടുള്ള കേസും. അപ്പോൾ ഫസ്റ്റ് കേസ് ആണ് കേസ് 1 നമ്മൾ എടുത്തിരിക്കുന്നത്. RHS എന്ന് പറയുന്നത് പോസിറ്റീവ് ആണ്. ഓക്കെ, അത് ശ്രദ്ധിക്കുക. ആൻഡ് സെക്കൻഡ് കേസ് എന്ന് പറയുന്നത് ഇവിടെ RHS എന്ന് പറയുന്നത് നെഗറ്റീവ് ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ ചെറിയൊരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത് ഇവിടെ ഒരു മൈനസ് കൺസിഡർ ചെയ്യണം. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഈ മൈനസിനുള്ളിലേക്ക് എടുത്തു കഴിഞ്ഞാൽ 2m minus 1 എഴുതിയാലും കറക്റ്റ് ആണ്. ക്ലിയർ ആയല്ലോ? ഇനി നമുക്ക് സ്റ്റെപ്സ് നോക്കാം. അതായത് ഫസ്റ്റ് കേസിൽ RHS പോസിറ്റീവ് കൊടുക്കുക. ഒന്നും ചെയ്യേണ്ട, ജസ്റ്റ് ക്രോസ് പ്രോഡക്റ്റ് ചെയ്യുക. ഏറ്റവും സിംപ്ലിഫൈഡ് കോമൺ ടേംസ് ക്യാൻസൽ എല്ലാം ക്യാൻസൽ ചെയ്യുക. അപ്പോൾ നമുക്ക് ആകെ രണ്ട് ടേംസേ കിട്ടുള്ളൂ. 5m² plus 5. ബാക്കി m ടേംസ് എല്ലാം ക്യാൻസൽ ആയി പോകും. ഓക്കെ, ഇത് നോക്കിയാൽ തന്നെ അറിയാം. ഓക്കെ, സോ m², ഈ 5 അഗെയിൻ കോമൺ ഫാക്ടർ RHS കൊണ്ടുപോയി 0 ആയി. അപ്പോൾ m² plus 1 equal to 0. അതായത് m² is equal to -1 വരും. m² equal to -1 എന്ന് പറഞ്ഞാൽ m is equal to സ്ക്വയർ റൂട്ട് ഓഫ് -1 വരും അല്ലേ? ഈ സ്ക്വയർ റൂട്ട് ഓഫ് -1 എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ അത് റിയൽ അല്ല, ഇമാജിനറി ആണ്. അപ്പോൾ ഈ കേസ് പോസിബിൾ അല്ല. അപ്പോൾ നെക്സ്റ്റ് കേസ് എടുക്കുക, RHS നെഗറ്റീവ് ആയിട്ടുള്ള കേസ്. അപ്പോൾ ഈ കറക്ഷൻ ചെയ്യുക, ശ്രദ്ധിക്കുക. എന്നിട്ട് ഇതേപോലെ ക്രോസ് പ്രോഡക്റ്റ് ചെയ്യുക, റീഅറേഞ്ച് ചെയ്യുക. ഇവിടെ ഒരു മൈനസ് ഉണ്ട്, ഈ മൈനസ് ഉള്ളിലേക്ക് എടുത്താൽ മതി. സോ -1ഉം +2 എന്നിട്ടാലും കറക്റ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ഫൈനലി റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നത് 7m² minus 2m minus 7 is equal to 0. ഇനി m is equal to, ഇപ്പോൾ നമുക്കറിയാം -b ക്വാഡ്രാറ്റിക് ഇക്വേഷനിൽ റൂട്ട് കണ്ടുപിടിക്കാം. -b പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് b² minus 4ac by 2a. സോ അതേപോലെ ഇവിടെ നമുക്ക് ax² plus bx plus c അല്ലെങ്കിൽ am² minus പ്ലസ് bm plus c ഫോമിൽ ആണെങ്കിലും കമ്പയർ ചെയ്ത് ചെയ്യാം. ഇപ്പോൾ b എന്ന് പറയുന്നത് -2 ആണ്. ഓക്കെ, a എന്ന് പറയുന്നത് 7 ആണ് ആൻഡ് c എന്ന് പറയുന്നത് -7 ആണ്. അപ്പോൾ കറക്റ്റ് ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അതായത് 2 -b പറയുമ്പോൾ -2 plus 2 വരും. പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് b² 4 -4 into a into c ഓൾറെഡി മൈനസ് ഉണ്ട് ഡിവൈഡഡ് ബൈ 2a. 2 into 7. അപ്പോൾ ഇത് ഇവിടെ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ടേമിൽ 4 കോമൺ ആണ്. അപ്പോൾ ഹോൾ റൂട്ടിന് ഔട്ട്സൈഡ് എടുത്താൽ റൂട്ട് 4 എന്താ 2 ആണ്. അതുകൊണ്ടാണ് ഈ 2 ഔട്ട്സൈഡ് എടുത്തത്. അപ്പോൾ ബ്രാക്കറ്റിനുള്ളിൽ ജസ്റ്റ് 1 plus 49 വരും. പ്ലസ് വരാൻ കാരണം രണ്ട് നെഗറ്റീവ്സ് മൾട്ടിപ്ലൈ ചെയ്യേണ്ട ആവശ്യമുണ്ട് സെക്കൻഡ് ടേമിൽ.
അപ്പോൾ ഇവിടെ ഇതൊരു മൈനസ് ആണ്, ഇതൊരു മൈനസ് ആണ്. സോ പ്ലസ് വരും. സോ റൂട്ട് ഓഫ് 1 + 49 എന്ന് പറയുന്നത് റൂട്ട് 50 ആണ്. റൂട്ട് 50 പറഞ്ഞാൽ 5 റൂട്ട് 2 ആണ്. അഗെയിൻ ഇവിടെ 2ഉം 2ഉം കോമൺ ആണ്. അത് ഔട്ട്സൈഡ് എടുത്താൽ 14ൽ 2 പോയാൽ 7 വരും. സോ 1 ± -5 റൂട്ട് 2/7 ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. If 4, 0 is a point on the circle, x² + ax + y² = 0, then the center of the circle is at a -2, 0, b 0, 2, c 2, 0, d 1, 0. Correct answer option C ആണ് 2, 0. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന പോയിന്റ് 4, 0 എന്ന് പറയുന്നത് സർക്കിളിലെ ഒരു പോയിന്റ് ആണ്. ആ സർക്കിളിന്റെ ഇക്വേഷൻ തന്നിരിക്കുന്നത് x² + ax + y² = 0 ആണ്. അപ്പോൾ therefore നമുക്ക് ഈ ഒരു ഇക്വേഷൻ, അതായത് 4, 0 എന്ന് പറയുന്നത് എന്തായാലും ആ സർക്കിളിലെ പോയിന്റ് ആണ്. ദാറ്റ് മീൻസ് ഇറ്റ് വിൽ സാറ്റിസ്ഫൈ ദ സർക്കിൾസ് ഇക്വേഷൻ. അപ്പോൾ എക്സ് എന്ന് പറയുന്നത് 4ഉം y എന്ന് പറയുന്നത് 0 ആണ്. ക്ലിയർ ആയല്ലോ? അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം ഈ ഒരു ഇക്വേഷനിൽ. സോ എക്സിന് 4 കൊടുത്താൽ 16, x² 16 + 4 × a + 0 = 0. അതിൽ നിന്ന് എയുടെ വാല്യൂ -4 കിട്ടും. അപ്പോൾ നമുക്ക് അഗെയിൻ ഇക്വേഷൻ ഓഫ് ദ സർക്കിൾ, ആ ജനറൽ ഇക്വേഷനിൽ a സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, -4. സോ x² - 4x + y² = 0 കിട്ടും. ഇവിടെ അഗെയിൻ നമ്മൾ ഒരു ചെറിയ റീഅറേഞ്ച്മെന്റ് ചെയ്യുക. കാരണം നമുക്ക് x - h² + y - k² = r². ഓക്കെ, ഇതാണ് ജനറൽ ഇക്വേഷൻ അല്ലേ? അപ്പോൾ ആ ഒരു ഫോമിൽ വരുത്താൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു ഇക്വേഷന് x² - 4x + 4 - 4 ചെയ്യാം. ഓക്കെ, ജസ്റ്റ് ഈ 4 ആഡ് ചെയ്ത് സബ്ട്രാക്ട് ചെയ്യുക, +y² അങ്ങനെ തന്നെ എഴുതി = 0. അപ്പോൾ ഇതെന്ന് പറയുന്നത് x² - 4x + 4 എന്ന് പറയുന്നത് എന്താ? x - 2². ഇനി പ്ലസ് ഈ -4 എന്ന് പറയുന്നത് RHS കൊണ്ടുപോയി, സോ +4 കിട്ടും. y² എന്ന് പറയുന്നത് y - 0² എന്ന് എഴുതിക്കൂടെ? y² തന്നെയല്ലേ? അപ്പോൾ നമുക്ക് ഇവിടെ എന്താ കിട്ടുക? h എന്ന് പറയുന്നത് 2ഉം k എന്ന് പറയുന്നത് 0ഉം ഈ ജനറൽ ഇക്വേഷൻ ആയിട്ട് കമ്പയർ ചെയ്യാം. അപ്പോൾ 2, h, k എന്ന് പറയുന്നത് 2, 0. ഇതാണ് നമുക്ക് സെന്റർ ആയിട്ട് കിട്ടിയിട്ടുള്ളത്. റേഡിയസ് എന്ന് പറയുന്നത് r² ആണ് 4. ദാറ്റ് മീൻസ് r = 2. അപ്പോൾ 2 ആണ് നമുക്ക് റേഡിയസ് ആയിട്ട് കിട്ടിയിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Find the equation of the circle having 1, -2 as its center and passing through intersection of the lines 3x + y = 14 and 2x + 5y = 80. Options A, x² + y² - 2x + 4y - 20 = 0. B, x² + y² - 2x - 4y - 20 = 0. C, x² + y² + 2x - 4y - 20 = 0. D, x² + y² + 2x + 4y - 20 = 0. Correct answer option A ആണ്. അപ്പോൾ നമുക്ക് ഇന്റർസെക്ഷൻ ഓഫ് 2 ലൈൻസ് എന്ന് പറയുന്നത് ആ പോയിന്റിലൂടെയാണ് നമ്മുടെ സർക്കിൾ പാസ് ചെയ്യണേ പറയുന്നത്. സർക്കിളിന്റെ സെന്ററും തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ 2 ലൈൻസിന്റെ ഇക്വേഷൻ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പോയിന്റ് കിട്ടില്ല, അതായത് എക്സും വൈയും വാല്യൂ കിട്ടും. ആ പോയിന്റ് എവിടെയായിരിക്കും? ഈ സർക്കിളായിരിക്കും. കാരണം ഈ പോയിന്റിലൂടെയാണ് നമ്മൾ സർക്കിൾ പാസ് ചെയ്യുന്നത്. സോ സോൾവിങ് ദീസ് 2 ഇക്വേഷൻസ്, ഈ ലൈനിന്റെ ഇക്വേഷൻസ് സോൾവ് ചെയ്താൽ നമുക്ക് x = 4ഉം y = 2ഉം കിട്ടും. ദാറ്റ് മീൻസ് ദിസ് 4, 2 ലൈസ് ഓൺ ദ സർക്കിൾ അല്ലെ? ഇനി നമുക്ക് റേഡിയസ് കാണാം. സർക്കിളിന്റെ ഇക്വേഷൻ കിട്ടണമെങ്കിൽ നമുക്ക് രണ്ടും വേണം. അതായത് സെന്റർ നമുക്ക് ഓൾറെഡി അറിയാം, റേഡിയസ് നമുക്ക് കാണണം. അപ്പോൾ ഈ കോമൺ പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ ആ ലൈൻസ് സോൾവ് ചെയ്തിട്ട് കിട്ടി. ഇനി നമുക്ക് സെന്റർ 1, -2 തന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പോയിന്റ് എന്തായാലും സർക്കിളിലാണ് 4, 2. കാരണം ആ 2 ലൈൻസിന്റെ ഇന്റർസെക്ഷൻ പോയിന്റ് ആണ്, അതിലൂടെയാണ് സർക്കിൾ പാസ് ചെയ്യണേ. അപ്പോൾ സർക്കിളിൽ ഒരു പോയിന്റ് ആണ് 4, 2. അത് മാത്രമല്ല സർക്കിളിന്റെ സെന്റർ 1, -2 തന്നിട്ടുണ്ട്. അതിന്റെ മീനിങ് എന്താ? ഈ പോയിന്റിൽ നിന്ന് സെന്ററിലേക്കുള്ള ഡിസ്റ്റൻസ് എന്തായിരിക്കും? എന്തായാലും റേഡിയസ് ആയിരിക്കും. ഇനി നമ്മൾ ഡിസ്റ്റൻസ് ഫോർമുല യൂസ് ചെയ്തിട്ട് അപ്പോൾ ഈ റേഡിയസ് കണ്ടുപിടിച്ചൂടെ അല്ലേ? ഈ പോയിന്റ്, ഒരു പോയിന്റ് സർക്കിളിലെ ഒരു പോയിന്റിൽ നിന്ന് സെന്ററിലേക്കുള്ള പോയിന്റിലുള്ള ഡിസ്റ്റൻസ്, ദാറ്റ് ഈസ് 1 square root of 1 - 4 whole square plus -2 - 2 whole square is equal to root of 9 + 16 √25, that is 5 കിട്ടും. ക്ലിയർ ആയല്ലോ? അപ്പോൾ നമുക്ക് റേഡിയസ് 5 കിട്ടി, സെന്റർ 1 - 2 കിട്ടി. അങ്ങനെയാണെങ്കിൽ അതായത് സെന്റർ ഒറിജിനിലാണെങ്കിൽ നമുക്ക് സിമ്പിൾ ആയിട്ട് x² + y² = r² എന്ന് എഴുതിയാൽ മതി. ഇവിടെ ഇപ്പോൾ സെന്റർ ഇസ് നോട്ട് അറ്റ് ഒറിജിൻ, കാരണം 1, -2 ആണ്. അപ്പോൾ h = 1ഉം k = -2 ആണ്. r = 5 നമുക്ക് കിട്ടി. സോ നമ്മുടെ ജനറൽ ഇക്വേഷൻ എന്താവും? x - h whole square plus y - k whole square is equal to r².
is equal to r square. Clear ആയല്ലോ? അപ്പോൾ ഇവിടെ h എന്ന് പറയുന്നത് 1 ഉം k എന്ന് പറയുന്നത് -2 ആണ്. So y minus k എന്നുള്ളത് y plus 2. Clear ആയോ? So x minus 1 whole square plus y plus 2 whole square is equal to r square, that is 5 square 25. അപ്പോൾ ഇത് just rearrange ചെയ്യുക. എന്നിട്ട് x square y square minus 2x plus 4y minus 20 equal to 0 equation ഫോമിലേക്ക് ആക്കി. Next question. If the equation of the parabola x square is equal to minus 8y, then the equation of directrix, length of latus rectum are. Parabola equation വന്നിട്ട് x square equal to minus 8y. അപ്പോൾ ജനറൽ ആയിട്ട് നമുക്കറിയാം x square equal to 4ay എന്നുള്ള ഫോം ആയിട്ട് കമ്പയർ ചെയ്താൽ സിമിലർ ആണ്. Then the equation of the directrix and length of latus rectum. ഇത് കണ്ടുപിടിക്കണമെങ്കിൽ corresponding conic sections ന്റെ ഫോർമുല കറക്റ്റ് ആയി അറിഞ്ഞിരിക്കണം. ഈ 4 സർക്കിൾ, പരാബോള, എലിപ്സ്, ഹൈപ്പർബോള, ഇതിന്റെ എല്ലാത്തിന്റെയും ഈ ഡയറക്ട്രിക്സ്, എക്സെൻട്രിസിറ്റി, ലെങ്ത് ഓഫ് ലാറ്റസ് റെക്ടം, ഫോക്കസ്, വെർട്ടിസസ് അതെങ്ങനെയാണ് വരിക എന്നുള്ളത് കമ്പയർ ചെയ്ത് കറക്റ്റായി പഠിക്കുക വിത്തൗട്ട് എനി കൺഫ്യൂഷൻ. ഏത് വേണമെങ്കിൽ ചോദിക്കാം. ചിലപ്പോൾ എക്സെൻട്രിസിറ്റി മാത്രം എടുത്ത് ചോദിക്കാം, അല്ലെങ്കിൽ ഇതേപോലെ 1-2 പാരാമീറ്റേഴ്സ് ചോദിക്കാം. അപ്പോൾ ഓപ്ഷൻസ് വന്നിരിക്കുന്നത് എ y is equal to 3 4, b y is equal to minus 2 4, c y is equal to 2 8, d y is equal to minus 2 8. ഇതിൽ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് സി ആണ്. അതായത് y is equal to 2 ഉം 8 ഉം. അപ്പോൾ നമുക്ക് നോക്കാം. x square is equal to minus 8y ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ജനറൽ ഫോം നമ്മുടെ x square equal to minus 4, ഇവിടെ മൈനസ് ഉണ്ടല്ലോ, സോ അത് കൺസിഡർ ചെയ്യണം. x square equal to minus 4ay ആയിട്ട് കമ്പയർ ചെയ്യാം. അപ്പോൾ ഇത് രണ്ടും കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ minus 8 equal to minus 4a ആണ് കിട്ടുക. minus 8 is equal to minus 4a. സോ മൈനസ് മൈനസ് ക്യാൻസൽ ചെയ്തു, 8 ഉം 4 ഉം ക്യാൻസൽ ചെയ്തു, 2. എയുടെ വാല്യൂ നമുക്ക് 2 കിട്ടി. നെക്സ്റ്റ് x square is equal to minus 4ay എന്ന് പറയുന്ന പാരാബോളയുടെ കേസിൽ ഡയറക്ട്രിക്സിന്റെ ആ ഒരു വാല്യൂ എന്നത് y is equal to a ആണ്. ക്ലിയർ ആയല്ലോ? സോ y is equal to a പറഞ്ഞാൽ y is equal to 2 ആണ് നമുക്കിപ്പോൾ ഡയറക്ട്രിക്സിന്റെ വാല്യൂ കിട്ടിയത്. ഇനി നമുക്ക് ലെങ്ത് ഓഫ് ലാറ്റസ് റെക്ടം അറിയണം. ലെങ്ത് ഓഫ് ലാറ്റസ് റെക്ടം എന്ന് പറയുന്നത് 4a ആണ്. അപ്പോൾ ഏതാണ് ജനറൽ ഇക്വേഷൻ വരിക അത് ബേസ് ചെയ്തിട്ടായിരിക്കും ഈ വാല്യൂസ് ശ്രദ്ധിക്കണം. മൈനസ് ഉണ്ടെങ്കിൽ അത് അതിനനുസരിച്ചുള്ള വാല്യൂസ് പാരാമീറ്റേഴ്സ് നമ്മൾ കൺസിഡർ ചെയ്യണം. അപ്പോൾ ലെങ്ത് ഓഫ് ലാറ്റസ് റെക്ടം x square equal to minus 8y എന്ന് പറയുന്ന പാരാബോളയുടെ ലെങ്ത് ഓഫ് ലാറ്റസ് റെക്ടം എന്താണ്? 4 into 8, that is 4 into 2 8 ആണ് ആൻസർ. സോ 2,8 ആണ് ആൻസർ വരും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Find the equation of the parabola having focus 4 0 and vertex 2 0. Options A y square equal to 4x, b y square equal to 8x minus 16, c y square equal to 8x, d none of these. ഇതിൽ കറക്റ്റ് ആൻസർ ബി ആണ്. y square equal to 8x minus 16. അപ്പോൾ നമുക്ക് ഒരു പാരാബോളയുടെ കേസിൽ സിമെട്രിക് അബൌട്ട് എക്സ് ആക്സസ് അതിന്റെ ബേസിക് ഫോർമുല എന്ന് പറയുന്നത് y മൈനസ് കെ ഹോൾ സ്ക്വയർ. നോർമലി നമ്മൾ y സ്ക്വയർ equal to 4x എന്ന് പറയും. ഇവിടെ ഇപ്പോൾ h, k എന്ന് പറയുന്നത് വാല്യൂസ് വേർട്ടെക്സ് ആയിട്ട് ഉണ്ടെങ്കിൽ, അതായത് ഒറിജിനൽ അല്ല വേർട്ടെക്സ്, ഇഫ് ഇറ്റ് ഇസ് h, k അങ്ങനെയാണെങ്കിൽ y മൈനസ് കെ ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു 4a ഇൻറ്റു എക്സ് മൈനസ് h എന്ന് പറഞ്ഞ ഫോർമുല കൺസിഡർ ചെയ്യണം. അപ്പോൾ രണ്ട് കാര്യങ്ങൾ തന്നിട്ടുണ്ട്. ഫോക്കസ് 4 0 തന്നിട്ടുണ്ട്, വേർട്ടെക്സ് 2 0 തന്നിട്ടുണ്ട്. അത് നമ്മുടെ ജനറൽ ഫോം ആയിട്ട് കമ്പയർ ചെയ്യാം. അപ്പോൾ വേർട്ടെക്സ് വന്നത് h, k ആണ്. ഓക്കെ, ഈ ഒരു ജനറൽ ഫോമിൽ തന്നിരിക്കുന്ന 2, 0 ആണ്. ഇത് രണ്ടും കമ്പയർ ചെയ്താൽ hന്റെ വാല്യൂ 2, k equal to 0 കിട്ടി. ക്ലിയർ ആയല്ലോ? ഇനി ഫോക്കസ് കൺസിഡർ ചെയ്യാം. h plus a, k ആണ് ജനറൽ ഫോം. തന്നിരിക്കുന്ന 4, 0 ആണ്. ഇത് രണ്ടും കമ്പയർ ചെയ്താൽ h plus a equal to 4 കിട്ടും. ഓൾറെഡി h equal to 2 നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്, അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ 2 plus a equal to 4, അതിൽ നിന്ന് a യുടെ വാല്യൂ 2 കിട്ടി. ക്ലിയർ ആയല്ലോ? ഇനി നമുക്ക് ജനറൽ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. y മൈനസ് കെ ഹോൾ സ്ക്വയർ equal to 4a into x minus h. അതിൽ h 2 ആണ്, k 0 ആണ്. ഓക്കെ, a എന്ന് പറയുമ്പോൾ നമുക്ക് 2 എന്നും കിട്ടി. ഈ വാല്യൂസ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ y minus 0 whole square equal to 4 into 2 into x minus 2. That is y square equal to 8x minus 16. Next question. The equation of the ellipse whose vertices are at plus or minus 5, 0 and foci at plus or minus 4, 0 is. Ellipse ആണ് തന്നിരിക്കുന്നത്. ഓപ്ഷൻസ് A x square by 25 plus y square by 9 equal to 1, b x square by 9 plus y square by 25 equal to 1, c x square by 16 plus y square by 25 equal to 1,
dx square by 25 plus y square by 16 is equal to 1. Correct answer option A ആണ്. അപ്പോൾ നമുക്ക് എലിപ്സിന്റെ വേർട്ടിസസും ഫോസൈയും തന്നിട്ടുണ്ട്. സോ ജനറൽ ഫോമും നമുക്ക് അറിഞ്ഞിരിക്കണം അല്ലെ. അപ്പോൾ ഇക്വേഷൻ ഓഫ് എൻ എലിപ്സ് എന്ന് പറയുന്നത് ജനറൽ ഫോം എന്താ? എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ബൈ ബി സ്ക്വയർ ഇക്വൽ ടു 1. എക്സെൻട്രിസിറ്റിയുടെ ഫോർമുലയും അറിഞ്ഞിരിക്കുക, സ്ക്വയർ റൂട്ട് ഓഫ് 1 മൈനസ് ബി സ്ക്വയർ ബൈ എ സ്ക്വയർ. ആൻഡ് വേർട്ടിസസ് എന്താ? പ്ലസ് ഓർ മൈനസ് എ കോമ 0. ഫോക്കസ് എന്നത് പ്ലസ് ഓർ മൈനസ് എ ഇ കോമ 0. ഇത് എന്തായാലും യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ നമ്മൾ കമ്പയർ ചെയ്യുക. അതായത് വേർട്ടിസസ് നമുക്ക് തന്നിട്ടുണ്ടോ? പ്ലസ് ഓർ മൈനസ് 5 കോമ 0 തന്നിട്ടുണ്ട്. ദാറ്റ് മീൻസ് എ എന്ന് പറയുന്നത് നമുക്ക് പ്ലസ് ഓർ മൈനസ് എ ഇവിടെ പ്ലസ് ഓർ മൈനസ് 5 ആണ്. ഓക്കെ, അപ്പോൾ എ സ്ക്വയർ എന്താ? 25 കിട്ടും. അതേപോലെ ഫോക്കസിൽ എ ഇ കമ്പയർ ചെയ്യുക. നമ്മുടെ ഫോക്കസ് 4 ആയിട്ട്. സോ എ ഇ ഇസ് ഈക്വൽ ടു 4 കിട്ടും. അതിൽ നിന്ന് ഇപ്പോൾ ഓൾറെഡി നമുക്ക് എ എന്ന് പറയുന്നത് 5 ആണെന്ന് അറിയാം. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ ഇ ഇസ് ഈക്വൽ ടു 4/5. ഇനി നമുക്ക് ഇയുടെ വാല്യൂ കിട്ടി, ഇയുടെ ഫോർമുല അറിയാം. That is 4/5 is equal to square root of 1 minus b square by a square. A square എന്ന് പറഞ്ഞാൽ 25. b എന്താ നമുക്ക് അറിയില്ല. ഓക്കെ, സോ ഇത് സ്ക്വയർ ചെയ്യാം. ഇവിടുത്തെ ആർ എച്ച് എസിലെ സ്ക്വയർ റൂട്ട് ക്യാൻസൽ ചെയ്യാൻ എൽ എച്ച് എസ് ആൻഡ് ആർ എച്ച് എസ് സ്ക്വയർ ചെയ്യാം. അപ്പോൾ എൽ എച്ച് എസ് എന്താവും? 16/25 is equal to ഇവിടെ സ്ക്വയർ റൂട്ടിൻ്റെ ഉള്ളിൽ ഈ ഒരു ടേമിനെ നമ്മൾ എങ്ങനെയായിട്ട് സ്പ്ലിറ്റ് ചെയ്യാം? അതായത് 1 into 5 square, that is 25 minus b square divided by 25. ക്ലിയർ ആയല്ലോ? അപ്പോൾ അതാണ് സ്ക്വയർ റൂട്ട് കളഞ്ഞിട്ടുള്ള ടേം. ദെൻ അഗെയിൻ ജസ്റ്റ് ഇവിടെ 25 ക്യാൻസൽ ആവും. ആൻഡ് ഇതേപോലെ 16 is equal to 25 minus b square കിട്ടും. അപ്പോൾ b സ്ക്വയറിൻ്റെ വാല്യൂ 9 കിട്ടും. ഇനി നമ്മൾ ബിയുടെ വാല്യൂ കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല, കാരണം എലിപ്സിൻ്റെ ഇക്വേഷനിൽ b സ്ക്വയർ ആണ് ആവശ്യം. സോ x square by 25 plus y square by 9 is equal to 1 ആണ് ഇക്വേഷൻ. Next question. Find the length of latus rectum and coordinates of foci of the ellipse 9x square plus 25y square is equal to 225. Options. ഇതിലിപ്പോൾ ആദ്യം തന്നിരിക്കുന്നത് ലാറ്റസ് റെക്ടം, ഓക്കെ, കോമ ഇട്ടിട്ട് then coordinates of foci അങ്ങനെയാണ് തന്നിരിക്കുന്നത്. A 5/18, plus or minus 5 0, 5/18 0 plus or minus 5, 18/5 plus or minus 4, 0, 18/5 plus or minus 5, 0. Correct answer option C ആണ്. അപ്പോൾ നമുക്ക് ഓൾറെഡി ജനറൽ ഇക്വേഷൻ തന്നിട്ടുണ്ട്. അതായത് ആ എലിപ്സിന്റെ ഇക്വേഷൻ എന്താണ്? 9x square plus 25y square equal to 225. ഇതിനെ നമ്മുടെ ജനറൽ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാം. എങ്ങനെ കൺവേർട്ട് ചെയ്യാം? ആർ എച്ച് എസിന്റെ വാല്യൂ 1 ആയിരിക്കണം. സോ 225 ത്രൂ ഔട്ട് ഡിവൈഡ് ചെയ്യാം, എൽ എച്ച് എസിനെ ആർ എച്ച് എസിനെ. അപ്പോൾ നമുക്ക് ഇവിടെ 9/225 എന്ന് പറയുന്നത് 1/25 വരും. 25/225 എന്ന് പറയുന്നത് 1/9 വരും. ഓക്കെ, ആർ എച്ച് എസിൽ 225/225 1 കിട്ടി. അപ്പോൾ നമുക്ക് ജനറൽ ഫോമായിട്ട് ഇനി കമ്പയർ ചെയ്യാം. അപ്പോൾ എ സ്ക്വയർ എന്ന് പറയുന്നത് എന്ത് കിട്ടും? 25. ബി സ്ക്വയർ എന്ന് പറയുന്നത് 9 കിട്ടും. സോ എ ആൻഡ് ബിയുടെ വാല്യൂസ് 5ഉം 3ഉം കിട്ടി. ഇനി ഇതിൽ നിന്ന് ക്ലിയർ ആണ് എ ഇസ് ഗ്രേറ്റർ ദാൻ ബി. അതനുസരിച്ചിട്ട് വേണം എക്സെൻട്രിസിറ്റിയുടെ വാല്യൂ കൊടുക്കാൻ. ഇ ഇസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് 1 മൈനസ് ബി സ്ക്വയർ ബൈ എ സ്ക്വയർ. അതായത് റൂട്ട് ഓഫ് 1 മൈനസ് 9/25, ദാറ്റ് ഇസ് റൂട്ട് 16/25, 4/5 ആൻസർ കിട്ടും. ഇനി കോർഡിനേറ്റ്സ് ഓഫ് ഫോസൈ എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? പ്ലസ് ഓർ മൈനസ് എ ഇ, 0 ആണ് ജനറൽ. അപ്പോൾ ഇവിടെ പ്ലസ് ഓർ മൈനസ് എ ഇൻറ്റു ഇ. എ എന്ന് പറയുന്നത് നമുക്ക് 5 ആണെന്ന് അറിയാം. ഇ എന്ന് പറയുന്നത് 4/5 ആണ്. A is 5 and E is 4/5. അപ്പോൾ A into E ചെയ്ത് കഴിഞ്ഞാൽ 5 into 4/5. അപ്പോൾ 5ഉം 5ഉം ക്യാൻസൽ ചെയ്താൽ 4 ആണ് കിട്ടുക. പ്ലസ് ഓർ മൈനസ് കൺസിഡർ ചെയ്യണം. സോ പ്ലസ് ഓർ മൈനസ് 4, 0. ഇനി ലെങ്ത് ഓഫ് ലാറ്റസ് റെക്ടം എന്താ? 2b²/a ആണ് ഫോർമുല. ദാറ്റ് ഇസ് 2 into 9/5, 18/5. സോ നമുക്ക് കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്. 18/5 ആണ് length of latus rectum and plus or minus 4, 0 ആണ് foci. Next question. The eccentricity of the hyperbola 16x square minus 9y square equal to 1 is options A 3/5, B 5/3, C 4/5, D 5/4. Correct answer option B ആണ് 5/3. അപ്പോൾ നമുക്ക് ഇക്വേഷൻ തന്നിട്ട് 16x square minus 9y square equal to 1 അല്ലേ? അതിനെ എഗെയിൻ നമ്മൾ എക്സ് സ്ക്വയർ ബൈ വൈ സ്ക്വയർ ബൈ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുക. അതായത് ഇതിപ്പോൾ ഓൾറെഡി ആർ എച്ച് എസ് 1 ആണ്. സോ അത് നമുക്കൊന്നും ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ല.
അപ്പോൾ എക്സ് സ്ക്വയർ ഡിവൈഡഡ് ബൈ 1/16 തന്നെയല്ലേ 16x². അതേപോലെ മൈനസ് y സ്ക്വയർ ബൈ 1/9 ചെയ്യാം ഇസ് ഈക്വൽ ടു 1. ഇനി കമ്പയർ ചെയ്യുക ജനറൽ ഇക്വേഷൻ എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ബൈ ബി സ്ക്വയർ ഈക്വൽ ടു 1. അപ്പോൾ ഇതിൽ എ സ്ക്വയർ ഡിനോമിനേറ്റേഴ്സ് കമ്പയർ ചെയ്യാം. അപ്പോൾ എ സ്ക്വയർ ഈക്വൽ ടു 1/16 കിട്ടി. അതുപോലെ ബി സ്ക്വയർ ഈക്വൽ ടു 1/9 കിട്ടി. ഇനി എക്സെൻട്രിസിറ്റി കണ്ടുപിടിക്കാമല്ലോ. root of 1 plus b square by a square, that is root of 1 plus 1/9 by 1/16. അതായത് root of 1 plus 16/9 root 25/9, that is 5/3 ആണ് answer. Next question. The eccentricity of the hyperbola x square by a square minus y square by b square equal to 1 passing through the points 3, 0 and 3 root 2 will be. Options A 1 by root 13, B root 13, C root 13 by 2, D root 13 by 3. Correct answer option D ആണ് root 13 by 3. അപ്പോൾ equation of hyperbola തന്നെ in terms of A and B general form ആയിട്ട് തന്നിരിക്കണം. ഇനി നമുക്ക് it is passing through 3, 0 പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിന്റെ മീനിങ് എന്താ? ഈ 3, 0 ഈ ഇക്വേഷനെ സാറ്റിസ്ഫൈ ചെയ്യും. അപ്പോൾ എക്സിന് 3, വൈക്ക് 0 കൊടുക്കാം. അപ്പോൾ നമുക്ക് 9/a² ഈക്വൽ ടു 1 കിട്ടും. അതിൽ നിന്ന് എയുടെ വാല്യൂ എന്താ കിട്ടുക? 9/a² ഈക്വൽ ടു 1 പറഞ്ഞാൽ a is equal to 3. Again it also passes through 3 root 2, 2. അപ്പോൾ 3 root 2, 2 എന്ന് പറഞ്ഞാൽ എക്സിന് 3 root 2 ആൻഡ് വൈക്ക് 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക ഈ ഇക്വേഷനിൽ. So 3 root 2 whole square divided by a square minus 2 square by b square is equal to 1. But 3 root 2 whole square is 9 into 2, that is 18, and 2 square is 4. അപ്പോൾ 18 by a square minus 4 by b square equal to 1. അതിൽ നിന്ന് b സ്ക്വയറുടെ വാല്യൂ a ഇപ്പോൾ നമുക്ക് ഓൾറെഡി 3 കിട്ടിയിട്ടുണ്ട്. സോ അത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ക്ലിയർ ആയോ? അപ്പോൾ a സ്ക്വയർ 9 വരും. അപ്പോൾ 18 by 9 എന്ന് പറയുന്നത് 2 ആണ് ഇവിടെ വരിക. ഓക്കെ, സോ b സ്ക്വയർ ഈക്വൽ ടു 4 കിട്ടും. ഇനി ഇയുടെ വാല്യൂ റൂട്ട് ഓഫ് 1 പ്ലസ് b സ്ക്വയർ ബൈ a സ്ക്വയർ, ദാറ്റ് ഇസ് 4/9 ചെയ്യുക ഇസ് ഈക്വൽ ടു റൂട്ട് 13/3. അതായത് ഡിനോമിനേറ്ററിൽ റൂട്ട് 9 എന്ന് പറയുന്നത് ഇതേപോലെ ഇവിടെ 3 ആയിട്ട് കിട്ടും. അതുകൊണ്ടാണ് റൂട്ട് ഓഫ് 1 പ്ലസ് 4/9 എന്ന് പറയുന്നത് ഈ 9നെ മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ റൂട്ട് ഓഫ് 9 പ്ലസ് 4/9 വരും. ദാറ്റ് ഇസ് റൂട്ട് 13/9 വരും. അപ്പോൾ നമ്മൾ ഈ ഡിനോമിനേറ്റർ റൂട്ട് 9 എന്നുള്ളത് 1/3 എന്ന് എഴുതാം. ഓക്കെ, സോ റൂട്ട് 13/3 ആണ് ആൻസർ കിട്ടും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. If I minus aj plus 5k and 3i minus 6j plus bk are parallel vectors, then b is. രണ്ട് വെക്ടേഴ്സ് തന്നിട്ട് ആ രണ്ട് വെക്ടേഴ്സും പാരലൽ ആണ്. അങ്ങനെയാണെങ്കിൽ ബിയുടെ വാല്യൂ ആണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻസ് എ 5, ബി 10, സി 15, ഡി 20. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ് 15. തന്നിരിക്കുന്ന രണ്ട് വെക്ടേഴ്സ് നോക്കുക, പാരലൽ ആയിട്ടാണ് തന്നിരിക്കുന്നത്. അതിന്റെ മീനിങ് എന്താ? ആ രണ്ട് വെക്ടേഴ്സ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്തായിരിക്കും? വൺ വെക്ടർ, അതായത് ഐ മൈനസ് എ ജെ പ്ലസ് 5k വിൽ ബി, അതൊരു മൾട്ടിപ്പിൾ ആയിരിക്കും, ഒരു വേറൊരു കോൺസ്റ്റന്റ് വാല്യൂവിന്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. ദാറ്റ് ഇസ് ലാംഡ ഇൻറ്റു 3i മൈനസ് 6j പ്ലസ് bk. സോ ഇത് കമ്പയർ ചെയ്യുക, ഐയുടെ കോയിഫിഷ്യൻസ് ഇക്വേറ്റ് ചെയ്യുക. അതുപോലെ നമുക്കപ്പോൾ ഫസ്റ്റ് എന്താ കിട്ടുക? അതായത് ഐയുടെ കോയിഫിഷ്യൻ LHSൽ 1 ആണ്, RHSൽ 3 ലാംഡയാണ്. അപ്പോൾ 1 ഈക്വൽ ടു 3 ലാംഡ, അതിൽ നിന്ന് ലാംഡയുടെ വാല്യൂ 1/3 കിട്ടി. നെക്സ്റ്റ് ജെയുടെ കോയിഫിഷ്യൻ മൈനസ് എ ഈക്വൽ ടു മൈനസ് 6 ലാംഡ. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് എ ഈക്വൽ ടു 6 ലാംഡ കിട്ടും. എഗെയിൻ ബിയുടെ വാല്യൂ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അല്ലേ. ലാസ്റ്റ് വൺ 5 ഇസ് ഈക്വൽ ടു ബി ലാംഡ. അപ്പോൾ ഇക്വേഷനായിട്ട് മാർക്ക് ചെയ്യുക. ഇനി 5 ഇസ് ഈക്വൽ ടു ബി ലാംഡ എന്ന് പറഞ്ഞാൽ ലാംഡ ഓൾറെഡി 1/3 എന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. സോ 5 is equal to b into 1/3. That is b is equal to ഈ 3 LHSൽ കൊണ്ടുപോയാൽ 5 into 3 വരും. That is 15 ആണ് ആൻസർ. Next question. If the vectors I plus 2j plus 3k, lambda I plus 4j plus 7k, minus 3i minus 2j minus 5k are collinear, then lambda is. മൂന്ന് വെക്ടേഴ്സ് കൊളീനിയർ ആണ്. ലാംഡയുടെ വാല്യൂ കണ്ടുപിടിക്കണം. A3, B4, C5, D6. കറക്റ്റ് ആൻസർ ഓപ്ഷൻ A3 ആണ്. അപ്പോൾ മൂന്ന് വെക്ടേഴ്സ് കൊളീനിയർ ആണെങ്കിൽ അതിൻ്റെ ഡിറ്റർമിനന്റ് വിൽ ബി 0. അപ്പോൾ അതാണ് പ്രോപ്പർട്ടി നമുക്ക് യൂസ് ചെയ്യേണ്ടത്. സോ ഡിറ്റർമിനന്റ് വാല്യൂസ് എങ്ങനെ എടുക്കുക? I, J, K. അപ്പോൾ ഫസ്റ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ അല്ലെങ്കിൽ പിന്നെ ഒരു വെക്ടറിൻ്റെ എല്ലാം നമുക്ക് കോയിഫിഷ്യൻസ് ഇതുപോലെ റോ ആയിട്ട് എഴുതാം. ഒന്നെങ്കിൽ അങ്ങനെ കൺസിഡർ ചെയ്യുക, അല്ലെങ്കിൽ ഐയുടെ കോയിഫിഷ്യൻസ് ഫസ്റ്റ് കോളം, ജെയുടെ സെക്കൻഡ് കോളം ആൻഡ് കെയുടെ തേർഡ് കോളം. ക്ലിയർ ആയല്ലോ. സോ 1, 2, 3 ഫസ്റ്റ് വെക്ടറിൻ്റെ എഴുതി. സെക്കൻഡ് വെക്ടറിൻ്റെ ലാംഡ 4, 7
അപ്പോൾ ലാംഡ 4 7. തേർഡ് വൺ -3 -2 -5. -3 -2 -5. ദിസ് ഇസ് ഈക്വൽ ടു 0. കൊളീനിയർ ആയതുകൊണ്ട് ഇനി നമ്മൾ ഡിറ്റർമിനന്റ് വാല്യൂ കണ്ടുപിടിക്കാം. അപ്പോൾ 1 into 4 into -5, that is -20, -14 വരും. അപ്പോൾ +14. Then second ജെയുടെ കമ്മണം മൈനസ് എടുക്കുക. -2 into lambda into -5, -5 lambda plus 21 വരും. +3 into -2 lambda plus 12 വരും. ക്ലിയർ ആണ്? ഇത് ഈക്വൽ ടു 0 കൊടുക്കുക. സിംപ്ലിഫൈ ചെയ്താൽ 4 lambda equal to 12, that is lambda equal to 3 കിട്ടും. Next question. Let A and B be two unit vectors inclined at an angle theta. Then sin theta by 2 is equal to A and B രണ്ട് യൂണിറ്റ് വെക്ടേഴ്സ് ആണ്, inclined at an angle theta. അങ്ങനെയാണെങ്കിൽ sin theta by 2 ന്റെ വാല്യൂ ആണ് ചോദിച്ചിട്ടുള്ളത്. A modulus of A minus B by 2, B modulus of A plus B by 2, C modulus of A minus B, D modulus of A plus B. Correct answer option A ആണ്, modulus of A minus B by 2. അപ്പോൾ ഇവിടെ എക്സ്പ്ലനേഷനിൽ നമുക്ക് നോക്കാം. അതായത് മോഡുലസ് ഓഫ് എ മൈനസ് ബി ഹോൾ സ്ക്വയർ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? മോഡുലസ് എ സ്ക്വയർ പ്ലസ് മോഡുലസ് ബി സ്ക്വയർ മൈനസ് 2 ഇൻറ്റു എ ഇൻറ്റു ബി അല്ലേ? അപ്പോൾ യൂണിറ്റ് വെക്ടേഴ്സ് ആണ് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ മാഗ്നിറ്റ്യൂഡ് ഓഫ് എയും മാഗ്നിറ്റ്യൂഡ് ഓഫ് ബിയും എന്തായിരിക്കും? 1 ആയിരിക്കും. ശരിയല്ല? അപ്പോൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ 1 + 1 മൈനസ് 2 ഇൻറ്റു ഈ എ ഡോട്ട് ബി എന്ന് പറയുന്നത് എന്താ? അതായത് ഡോട്ട് പ്രോഡക്റ്റ്, ഇത് മാഗ്നിറ്റ്യൂഡ് ഓഫ് എ ഇൻറ്റു മാഗ്നിറ്റ്യൂഡ് ഓഫ് ബി ഇൻറ്റു കോസ് തീറ്റ. ശരിയല്ലേ? സോ ഇവിടെ 1 + 1 എന്നുള്ളത് 2 വരും. 1 + 1 2 ആയിരിക്കും. അഗെയിൻ ഇവിടെ ഒരു 2 ഉണ്ട്, ആ 2 ഔട്ട്സൈഡ് എടുത്തു. സോ 2 ഇൻറ്റു ഫസ്റ്റ് ടേമിൽ 1 വരും മൈനസ് അഗെയിൻ മാഗ്നിറ്റ്യൂഡ് ഓഫ് എയും ബിയും എന്താ? 1 ആണ്. അപ്പോൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ കോസ് തീറ്റ മാത്രമേ ഉണ്ടാവുള്ളൂ. ക്ലിയർ ആയി? ഇനി 1 മൈനസ് കോസ് തീറ്റയുടെ ഫോർമുല എന്താ? 2 sin square theta by 2. അതും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ LHS ഓൾറെഡി നമ്മൾ മോഡുലസ് ഓഫ് എ മൈനസ് ബി ഹോൾ സ്ക്വയർ ആണ്, മാഗ്നിറ്റ്യൂഡ് അതാണ് എടുത്തിരിക്കുന്നത്. സോ ഇവിടെ ഈ 2 ഇൻറ്റു 2 4 വരും. 4 sin square theta by 2. ഇനി LHSൽ സ്ക്വയർ ഉണ്ട്. സോ നമ്മൾ സ്ക്വയർ റൂട്ട് എടുക്കണം. ക്ലിയർ ആയി? അപ്പോൾ ഇവിടെ ഈ സ്ക്വയർ നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടി സ്ക്വയർ റൂട്ട് എടുക്കാം. സോ ഇവിടെ റൂട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് വാല്യൂ എന്താ കിട്ടുക? പ്ലസ് ഓർ മൈനസ് കൺസിഡർ ചെയ്യണം. പ്ലസ് ഓർ മൈനസ് 2 ഇൻറ്റു സൈൻ തീറ്റ ബൈ 2 ആണ്. ക്ലിയർ ആയല്ലോ? ഇതിൽ നിന്ന് സൈൻ തീറ്റ ബൈ 2ന്റെ ഫോർമുല മാത്രം നമുക്ക് ആവശ്യം അല്ലേ? അപ്പോൾ സൈൻ തീറ്റ ബൈ 2 ഇസ് ഈക്വൽ ടു മോഡുലസ് എ മൈനസ് ബി. ഇനി ഈ 2വിനെ നമ്മൾ ഇവിടെ എ മൈനസ് ബിയുടെ അവിടേക്ക് കൊണ്ടുപോകാം. സോ മാഗ്നിറ്റ്യൂഡ് ഓഫ് എ മൈനസ് ബി ബൈ 2. Next question. If the angle between the vectors I plus k and I minus j plus alpha k is pi by 3, then alpha is. രണ്ട് വെക്ടേഴ്സ് തമ്മിലുള്ള ആംഗിൾ pi by 3 തന്നിട്ട് ആൽഫയുടെ വാല്യൂ കണ്ടുപിടിക്കണം. ഓപ്ഷൻസ് A 0 - 2, B -4 0, C 0 2, D 2 - 2. കറക്റ്റ് ആൻസർ ഓപ്ഷൻ B ആണ്, -4 0. ഇപ്പോൾ A എന്ന് പറയുന്നത് അതായത് രണ്ട് വെക്ടേഴ്സ് A ആൻഡ് B ആയിട്ട് കൺസിഡർ ചെയ്യാം. A = I plus k യും B എന്ന് പറയുന്നത് I minus j plus alpha k. ഇനി ആംഗിൾ ബിറ്റ്വീൻ A ആൻഡ് B theta is given by pi by 3. ഇനി മാഗ്നിറ്റ്യൂഡ് ഓഫ് A എന്തായിരിക്കും? അപ്പോൾ സ്ക്വയർ റൂട്ട് ഓഫ് എന്ത് ചെയ്താൽ മതി? IJK ടേംസ് അല്ലേ, അത് അതിൻ്റെ കോഎഫിഷ്യൻസ് സ്ക്വയർ ചെയ്യുക, ആഡ് ചെയ്യാം. റൂട്ട് ഓഫ് I plus k ആണ്, J ഇല്ല. സോ 1² + 1² ദാറ്റ് ഇസ് √2 കിട്ടും. അതുപോലെ മാഗ്നിറ്റ്യൂഡ് ഓഫ് B കണ്ടുപിടിക്കുക. ദാറ്റ് ഇസ് സ്ക്വയർ റൂട്ട് ഓഫ് ഐയുടെയും ജെയുടെയും കെയുടെയും കോഎഫിഷ്യൻസ് എന്താ? 1 - 1 ആൽഫ. സോ 1² + -1² + α². ദാറ്റ് ഇസ് റൂട്ട് ഓഫ് 2 + α². ഇനി A ഡോട്ട് ബി എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് ജസ്റ്റ് രണ്ടിൻ്റെയും കൂടിയിട്ട് ഡോട്ട് പ്രോഡക്റ്റ് കണ്ടുപിടിക്കാം. അപ്പോൾ രണ്ട് ഡോട്ട് വെക്ടേഴ്സിന്റെ ഡോട്ട് പ്രോഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? കറസ്പോണ്ടിങ് IJK കോഎഫിഷ്യൻസ് അല്ലേ, മൾട്ടിപ്ലൈ ചെയ്യുക. കാരണം I.I 1, J.J 1, K.K 1. അത് I.J അങ്ങനെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ടേംസ് 0 ആയിട്ട്. അപ്പോൾ സിമ്പിൾ ആയിട്ട് IJK ടേംസിന്റെ കോഎഫിഷ്യൻസ് മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്യാം. അപ്പോൾ ഇവിടെ നമുക്ക് 1 × 1, അതായത് ഐയുടെ കോഎഫിഷ്യൻസ് 1 × 1. ദെൻ ജെയുടെ ടേംസ് എന്താ? ഫസ്റ്റ് വെക്ടറിൽ J ഇല്ല, സോ 0 ആണ് വരിക. ഓക്കെ, 0 × -1 പ്ലസ് ലാസ്റ്റ് വൺ കെയുടെ 1 × ആൽഫ, 1 × ആൽഫ. അപ്പോൾ ഇത് സിംപ്ലിഫൈ ചെയ്താൽ 1 + ആൽഫ കിട്ടും. ഓക്കെ, ഇനി നമുക്കറിയാം A ഡോട്ട് ബി എന്ന് പറയുന്നത് എന്താ? മാഗ്നിറ്റ്യൂഡ് ഓഫ് A × മാഗ്നിറ്റ്യൂഡ് ഓഫ് B × കോസ് തീറ്റ. ഇതിപ്പോൾ നമ്മൾ 1 + ആൽഫ എന്ന് കണ്ടുപിടിച്ചു, അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇനി മാഗ്നിറ്റ്യൂഡ് ഓഫ് എയും മാഗ്നിറ്റ്യൂഡ് ഓഫ് ബിയും കണ്ടുപിടിച്ചിട്ടുണ്ട്. √2 × √2 + α² ഇൻറ്റു കോസ് തീറ്റ എന്നുള്ളത് pi by 3 ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. കോസ് pi by 3 1/2 ആണ്. ക്ലിയർ ആയല്ലോ? സോ ഇവിടെ 1 + ആൽഫ ഇൻറ്റു റൂട്ട് ഓഫ്
റൂട്ട് എ ഇൻറ്റു റൂട്ട് ബി എന്ന് പറയുന്നത് റൂട്ട് ഓഫ് എ ഇൻറ്റു ബി ആണ് അല്ലേ. സോ ഈ 2 ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ 4 + 2 ആൽഫ സ്ക്വയർ കിട്ടി. ഇനി ഇവിടെ ഈ 2 RHSലെ 2 LHSൽ കൊണ്ടുപോകാം. അപ്പോൾ 2 + 2 ആൽഫ ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 4 + 2 ആൽഫ സ്ക്വയർ. ഇനി ഈ സ്ക്വയർ റൂട്ട് റിമൂവ് ചെയ്യാൻ രണ്ട് സ്ഥലത്തും സ്ക്വയർ ചെയ്യാം. സോ 2 + 2 ആൽഫ ഹോൾ സ്ക്വയർ ഈക്വൽ ടു 4 + 2 ആൽഫ സ്ക്വയർ. അത് ജസ്റ്റ് ഇതേപോലെ ബ്രാക്കറ്റ്സ് എല്ലാം ഓപ്പൺ ചെയ്ത് ഇലോബറേറ്റ് ചെയ്യുക. അതിൽ നിന്ന് 2 ആൽഫ സ്ക്വയർ + 8 ആൽഫ ഈക്വൽ ടു 0 കിട്ടും. കോമൺ ഫാക്ടർ എന്താ? 2 ആൽഫ ഔട്ട്സൈഡ് എടുത്തു. ഇൻറ്റു ആൽഫ + 4 ഈക്വൽ ടു 0. സോ ഇവിടെ ഒന്നെങ്കിൽ 2 ആൽഫ ഈസ് ഈക്വൽ ടു 0, ദാറ്റ് മീൻസ് ആൽഫ ഈസ് ഈക്വൽ ടു 0, അല്ലെങ്കിൽ ആൽഫ + 4 ഈക്വൽ ടു 0 ഇംപ്ലൈസ് ആൽഫ ഈസ് ഈക്വൽ ടു -4. അപ്പോൾ നമുക്ക് വാല്യൂസ് എന്തൊക്കെയാണ് കിട്ടുക? 0, -4. Next question. Find the volume of a tetrahedron whose vertices are A -1, 2, 3 bracket under B 3 -2 1, C 2 1 3 and D -1 -2 4. Okay. അപ്പോൾ ടെട്രാഹീഡ്രന്റെ വോളിയം ചോദിച്ചിട്ടുണ്ട്, 4 വേർട്ടിസസും തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം ട്രയാങ്കുലർ ബേസ് ഉള്ള ഒരു ഷേപ്പ്, അതാണ് ടെട്രാഹീഡ്രൺ എന്ന് പറയുന്നത് അല്ലേ. സോ A 15, B 16/3, C 25/6, D 41. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി 16/3 ആണ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് അതിനെ വെക്റ്റർ ഫോമിൽ റെപ്രസെന്റ് ചെയ്യാം. അതായത് A is equal to -1 2 3 പറയുന്നത് എന്താ? -i + 2j + 3k. അതുപോലെ ബാക്കി 3 എണ്ണം, അതായത് 3i - 2j + k, 2i + j + 3k, -i - 2j + 4k. ഇത് 4 വെക്ടേഴ്സ് ആയിട്ട് കൺസിഡർ ചെയ്യാം. ഇനി നമുക്ക് എ ബി സി ഡി ആണല്ലോ 4 പോയിന്റ്സ്. അപ്പോൾ എ ബി വെക്ടർ എ ബി, പൊസിഷൻ വെക്ടർ എ ബി എന്തായിരിക്കും? ജസ്റ്റ് ബി മൈനസ് എ. അപ്പോൾ ബി വെക്ടർ മൈനസ് എ വെക്ടർ ചെയ്യാം. ക്ലിയർ ആയല്ലോ? കറസ്പോണ്ടിങ് ഐ ജെക്ക് സബ്ട്രാക്ട് ചെയ്യാം. അപ്പോൾ 3i - -i ദാറ്റ് ഇസ് ഇതേപോലെ 4i വരും. അതേപോലെ -2j -2j ദാറ്റ് ഇസ് -4j, k - 3k എന്ത് വരും? -2k. അതുപോലെ പൊസിഷൻ വെക്ടർ എ സി ദാറ്റ് ഇസ് സി മൈനസ് എ, 3i - j കിട്ടും. എ ഡി എന്ന് പറയുന്നത് d - a -4j + k കിട്ടും. ഇനി വോളിയം ഓഫ് ടെട്രാഹീഡ്രൺ കാണാനുള്ള ഫോർമുല 1/6 ഓഫ് എ ബി എ സി എ ഡി ആണ്. ഓക്കെ. അപ്പോൾ നമുക്ക് ഇനി എ ബി എ സി എ ഡി അറിയാലോ, അതിൻ്റെ കറസ്പോണ്ടിങ് ഐ ജെ കെ ടേംസ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എന്നിട്ട് അതിൻ്റെ ഡിറ്റർമിനന്റ് വാല്യൂ കണ്ടുപിടിക്കാം. ഓക്കെ. ഇപ്പോൾ 1/6 ഇൻറ്റു ആ ഒരു ഡിറ്റർമിനന്റ് വാല്യൂ ചെയ്യുക. അതിൽ നിന്ന് നമുക്ക് 32/6 ദാറ്റ് ഇസ് 16/3 ആണ് ക്യൂബിക് യൂണിറ്റ്സ്. അത്രയാണ് വോളിയം ഓഫ് ടെട്രാഹീഡ്രൺ കിട്ടുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദ പോയിന്റ് ഓൺ y axis which is at a distance of √10 units from the point 1 2 3. Options A 0 to 0, B 1 to 0, C 0 to 1, D none of these. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത് പോയിന്റ് ഓൺ y axis കാണണം which is at a distance √10 units from the point. y axisൽ ഒരു പോയിന്റ് ഉണ്ട്. ഓക്കെ. ഇനി വേറൊരു പോയിന്റ് 1 2 3 ഉണ്ട്. അതിൽ നിന്നുള്ള ഡിസ്റ്റൻസ് √10 എന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പെർട്ടിക്കുലർ പോയിന്റ് ഓൺ y axis ആണ് കണ്ടുപിടിക്കേണ്ടത്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ് 0 to 0. അപ്പോൾ ഇവിടെ y ആക്സിസിൽ ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു y ഇന്റർസെപ്റ്റ് ആണ് ഉണ്ടാവുക. x and z will be 0. ഓക്കെ. സോ ഇവിടെ ആ വാല്യൂ എത്രയാണെന്ന് അറിയണം. അപ്പോൾ നമുക്ക് x and z കോർഡിനേറ്റ്സ് ഓൺ y ആക്സിസ് എന്താ? 0 ആണ് നമുക്കറിയാം. അപ്പോൾ നമുക്ക് 0y0 എന്ന് പറയുന്നത് കോർഡിനേറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യാം, റിക്വയർഡ് പോയിന്റ് ആയിട്ട്. ഇനി √10 എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. സോ ഡിസ്റ്റൻസ് ഫോർമുല യൂസ് ചെയ്തിവിടെ 2 പോയിന്റ്സ് തമ്മിൽ. അപ്പോൾ ഇപ്പോൾ ഓൾറെഡി നമ്മൾ കണ്ടുപിടിക്കാനുള്ള പോയിന്റ് ആണ് 0/0. വേറൊരു പോയിന്റ് തന്നിരിക്കുന്നത് 1, 2, 3. സോ ജസ്റ്റ് ആ ഡിഫറൻസ് കാണാൻ കറസ്പോണ്ടിങ് ടേംസ് ഉണ്ട്. അപ്പോൾ ഡിസ്റ്റൻസ് ഫോർമുല യൂസ് ചെയ്യാം. ഓക്കെ. ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് അത്. ഓൾറെഡി √10 തന്നിട്ടുണ്ട്. √10 ഉള്ള വാല്യൂ തന്നിട്ടുണ്ട്. അപ്പോൾ √10 is equal to square root of corresponding terms, അതായത് 1 - 0 whole square plus 2 - y whole square plus 3 - 0 whole square. ക്ലിയർ ആയല്ലോ? ഇത് ജസ്റ്റ് നമ്മൾ എക്സ്പാൻഡ് ചെയ്യുക. എന്നിട്ട് ഈ സ്ക്വയർ റൂട്ട് കളയാൻ എന്ത് ചെയ്താൽ മതി? ജസ്റ്റ് രണ്ട് സൈഡ്സും സ്ക്വയർ ചെയ്യുക. അപ്പോൾ എൻറ്റയർ സ്ക്വയർ റൂട്ട് പോകും. സോ 1 + 4 - 4y + y² + 9 = 10
അതിൽ നിന്ന് വൈയുടെ വാല്യൂ കണ്ടുപിടിക്കുക. വൈ സ്ക്വയർ മൈനസ് 4y പ്ലസ് 4 ഈക്വൽ ടു 0. ഇതെന്ന് പറയുന്നത് y മൈനസ് 2 ഹോൾ സ്ക്വയർ അല്ലേ, ഈക്വൽ ടു 0. അപ്പോൾ അത് ഇക്വേറ്റ് ചെയ്താൽ നമുക്കറിയാം 2 റിപ്പീറ്റഡ് റൂട്ട് ആയിട്ടാണ് കിട്ടുക. അപ്പോൾ വൈയുടെ വാല്യൂ എന്താണ്, 2 ആണ് ആൻസർ. സോ 0 2 0 ആണ് y ആക്സിസിലുള്ള പോയിന്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. If P 3 2 minus 4, Q 5 4 minus 6 and R 9 8 minus 10 are collinear, find the ratio in which R divides PQ. അപ്പോൾ 3 പോയിന്റ്സ് തന്നിട്ടുണ്ട്, അത് കൊളീനിയർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. R PQനെ ഡിവൈഡ് ചെയ്യുന്ന റേഷ്യോ ആണ് ചോദിച്ചിട്ടുള്ളത്. ഇനി അത് മാത്രമല്ല ഇന്റേർണലി ആണോ എക്സ്റ്റേർണലി ആണെന്ന് സ്പെസിഫിക്കലി ചോദിച്ചിട്ടുണ്ട്. ക്ലിയർ ആയല്ലോ. അപ്പോൾ അത് എങ്ങനെയാണ് തിരിച്ചറിയാന്നുള്ളത് ജസ്റ്റ് നമുക്കതിപ്പോൾ ഈ പ്രോബ്ലം സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാവും. ഓപ്ഷൻസ് വന്നിരിക്കുന്നത് A 3:2 internally, B 3:2 externally, C 2:1 internally, D 2:1 externally. കറക്റ്റ് ആൻസർ B 3:2 externally. അപ്പോൾ നമുക്ക് ശ്രദ്ധിച്ചാൽ അറിയാം ആ റേഷ്യോ മാത്രമല്ല വേണ്ടത്, ഇന്റേണൽ ആണോ എക്സ്റ്റേണൽ ആണോ എന്നുള്ള ഡിവിഷനും കൂടി അറിഞ്ഞിരിക്കണം. ക്ലിയർ ആയല്ലോ. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ R ഡിവൈഡ്സ് PQ ഇൻ ദ റേഷ്യോ λ:1 എന്ന് നമ്മൾ കൺസിഡർ ചെയ്യാം. ക്ലിയർ ആയല്ലോ. അങ്ങനെയാണെങ്കിൽ കോർഡിനേറ്റ്സ് ഓഫ് R എന്തായിരിക്കും നമുക്കറിയാം. ഓൾറെഡി നമ്മൾ ഈ ഡിവിഷൻ സെക്ഷൻ ഫോമിലൊക്കെ പഠിച്ചിട്ടുള്ളതാണ്. 5 ലാംഡ പ്ലസ് 3 ബൈ ലാംഡ പ്ലസ് 1. അതായത് ഡിനോമിനേറ്ററിൽ ഈ റേഷ്യോ ഉണ്ടല്ലോ λ:1 അതിന്റെ സം ആയിരിക്കും. അപ്പോൾ ലാംഡ പ്ലസ് 1 അത് 3 വാല്യൂസ് 3 കോർഡിനേറ്റ്സിന് അതായിരിക്കും ഡിനോമിനേറ്റർ. ഇനി ന്യൂമറേറ്ററിലെ വാല്യൂ എന്ന് പറയുന്നത് ഇപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ പി ക്യൂനെയാണ് ആറ് ഡിവൈഡ് ചെയ്യുന്നത്. ഓക്കെ, പി ക്യൂനെയാണ് ആറ് ഡിവൈഡ് ചെയ്യുന്നത്. പി എന്ന് പറയുന്നത് 3 2 മൈനസ് 4, ക്യൂ എന്ന് പറയുന്നത് 5 4 മൈനസ് 6. ഓക്കെ, അപ്പോൾ 5 ഇൻറ്റു ലാംഡ. ഓക്കെ, ലാംഡയാണ് ഫസ്റ്റ് വൺ. ദെൻ പ്ലസ് 3 ഇൻറ്റു 1. ക്ലിയർ ആയോ? 5 ലാംഡ പ്ലസ് 3 ഡിവൈഡ് ബൈ ലാംഡ പ്ലസ് 1. ഇങ്ങനെയാണ് ഫസ്റ്റ് കോർഡിനേറ്റ് കിട്ടുന്നത്. അപ്പോൾ നെക്സ്റ്റ് എങ്ങനെയായിരിക്കും? 4 ഇൻറ്റു ലാംഡ പ്ലസ് 2. ഓക്കെ, ഡിവൈഡഡ് ബൈ ലാംഡ പ്ലസ് 1. ലാസ്റ്റ് വൺ എന്തായിരിക്കും? മൈനസ് 6 ലാംഡ മൈനസ് 4 ഇൻറ്റു 1, അതായത് മൈനസ് 4 ഡിവൈഡ് ബൈ ലാംഡ പ്ലസ് 1. അപ്പോൾ ഏത് പോയിന്റ് ഏത് രണ്ട് പോയിന്റ്സിനെ ഡിവൈഡ് ചെയ്യുന്നു അങ്ങനെ അത് നമ്മൾ ശ്രദ്ധിച്ചിട്ട് വേണം ഈ കോർഡിനേറ്റ്സ് വരാൻ. അപ്പോൾ ബട്ട് കോർഡിനേറ്റ്സ് ഓഫ് ആർ, ആറിൻ്റെ കോർഡിനേറ്റ്സ് നമുക്ക് ഓൾറെഡി അറിയാം 9 8 മൈനസ് 10 ആണ്. അപ്പോൾ അതിൻ്റെ മീനിങ് എന്താ? ഓൾറെഡി ഇപ്പോൾ സെക്ഷൻ ഫോമുല യൂസ് ചെയ്തിട്ട് നമ്മൾ കോർഡിനേറ്റ്സ് ഓഫ് ആറ് ഇതാണെന്ന് പറഞ്ഞു അല്ലേ? ഇനി ക്വസ്റ്റ്യനിൽ ഓൾറെഡി ആറിൻ്റെ കോർഡിനേറ്റ്സും തന്നിട്ടുണ്ട്. ദാറ്റ് മീൻസ് ബോത്ത് മസ്റ്റ് സാറ്റിസ്ഫൈ. അപ്പോൾ ഓരോ കോർഡിനേറ്റ്സും ഈക്വൽ ആയിരിക്കും. 5 ലാംഡ പ്ലസ് 3 ബൈ ലാംഡ പ്ലസ് 1 വിൽ ബി ഈക്വൽ ടു 9. 4 ലാംഡ പ്ലസ് 2 ബൈ ലാംഡ പ്ലസ് 1 വിൽ ബി ഈക്വൽ ടു 8. മൈനസ് 6 ലാംഡ മൈനസ് 4 ബൈ ലാംഡ പ്ലസ് 1 വിൽ ബി മൈനസ് 10. ഇതിൽ നിന്ന് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലാംഡയുടെ വാല്യൂ എന്താ കിട്ടുക? ഏത് ഇക്വേഷൻ വേണമെങ്കിൽ എടുക്കാം. മൈനസ് 3/2 ആണ് ആൻസർ കിട്ടുക. സോ 3:2 ആണ് റേഷ്യോ എന്ന് മനസ്സിലായി. നെഗറ്റീവ് ഉള്ളത് കൊണ്ട് അത് എക്സ്റ്റേണൽ ഡിവിഷൻ ആണെന്ന് മനസ്സിലാക്കാം. ഓക്കെ, ഇപ്പം എല്ലാ ക്വസ്റ്റ്യൻസിലും ഇതേപോലെ എക്സ്റ്റേണൽ ആണ് ഇന്റേണൽ ആണ് ചോദിക്കണം എന്നില്ല. എടുത്ത് ചോദിച്ചാൽ മനസ്സിലാക്കുക. ആ റേഷ്യോസ് അപ്പോൾ കൺഫ്യൂസ്ഡ് ആവരുത്. നെഗറ്റീവ് വന്നു കഴിഞ്ഞാൽ അത് എക്സ്റ്റേണലി ആണ്. Next question. The distance of point of intersection of lines x minus 4 by 1 is equal to y plus 3 by minus 4 is equal to z plus 1 by 7 and x minus 1 by 2 is equal to y plus 1 by minus 3 is equal to z plus 10 by 8 from 1 minus 4 7 is. രണ്ട് ലൈൻസ് തന്നിട്ടുണ്ട്. ഇപ്പോൾ കാർട്ടീഷ്യൻ ഫോമിലാണ് തന്നിരിക്കുന്നത് അല്ലേ? ഒന്നെങ്കിൽ വെക്റ്റർ ഫോമിൽ അല്ലെങ്കിൽ കാർട്ടീഷ്യൻ ഫോമിൽ ലൈൻസ് തരാം. അതനുസരിച്ചിട്ട് വേണം നമ്മൾ ഫോർമുലാസ് യൂസ് ചെയ്യാൻ. So here distance of point of intersection of lines, ഈ രണ്ട് ലൈൻസ് point of intersection ഉണ്ടല്ലോ, അതിൽ നിന്ന് ഡിസ്റ്റൻസ് ഫ്രം another point 1 minus 4 7 അതാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഓപ്ഷൻസ് തന്നിരിക്കുന്നത് A √15, B √27, C √26, D √40. കറക്റ്റ് ആൻസർ ഓപ്ഷൻ C √26 ആണ്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ തന്നിരിക്കുന്ന ഇക്വേഷൻസ്. ഓക്കെ, അപ്പോൾ അതിന് ഫസ്റ്റ് എക്സ് മൈനസ് 4 ബൈ 1 ഇസ് ഈക്വൽ ടു വൈ പ്ലസ് 3 ബൈ മൈനസ് 4 ഈക്വൽ ടു സെഡ് പ്ലസ് 1 ബൈ ലാംഡ 7 ഇസ് ഈക്വൽ ടു ലാംഡ 1 എന്ന് കൺസിഡർ ചെയ്യും. ഇനി സെക്കൻഡ് ലൈനിനെ ഈക്വൽ ടു ലാംഡ 2 എന്ന് കൺസിഡർ ചെയ്യും. ഇന്റർസെക്ഷൻ പോയിന്റ് കിട്ടണമെങ്കിൽ നമുക്കറിയാം ഈ രണ്ട് പോയിന്റ്സിൻ്റെയും ഇന്റർസെക്ഷൻ എന്ന് പറയുമ്പോൾ അത് കറസ്പോണ്ടിങ് വാല്യൂസ് നമുക്ക് സാറ്റിസ്ഫൈ ചെയ്യണം, ശരിയല്ലേ? അപ്പോൾ ഇവിടെ എക്സ് മൈനസ് 4ൻ്റെ എടുക്കുകയാണെങ്കിൽ അതായത് ഈ ഒരു ഫസ്റ്റ് സെറ്റ്
ഇത് രണ്ടും കൂടി ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? എക്സ് മൈനസ് 4 ഈക്വൽ ടു ലാംഡ 1, ദാറ്റ് ഇസ് എക്സ് ഈക്വൽ ടു 4 പ്ലസ് ലാംഡ 1. ക്ലിയർ ആയല്ലോ? ഇത് ഫസ്റ്റ് ലൈനിൽ നിന്നാണ്. ഇനി അതേപോലെ സെക്കൻഡ് ലൈനിന്റെ ഫസ്റ്റ് സെറ്റ് എടുക്കുക. അപ്പോൾ എക്സ് മൈനസ് 1 ഇസ് ഈക്വൽ ടു 2 ലാംഡ 2 കിട്ടും. ദാറ്റ് മീൻസ് എക്സ് എന്താ? 1 പ്ലസ് 2 ലാംഡ 2. ഇനി ഇത് രണ്ടും ഇന്റർസെക്ട് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീൻസ് ഈ രണ്ട് വാല്യൂസും സെയിം ആയിരിക്കും, ഇക്വേറ്റ് ചെയ്യാൻ പറ്റും. അതാണ് ഇവിടെ 4 പ്ലസ് ലാംഡ 1 ഇസ് ഈക്വൽ ടു 1 പ്ലസ് 2 ലാംഡ 2 എന്ന് എഴുതിയിരിക്കുന്നത്. ഇതിൽ നിന്ന് ലാംഡ 1 ലാംഡ 2 ഒരു റിലേഷൻഷിപ്പ് കിട്ടും. അത് ഇക്വേഷൻ 1 ആയിട്ട് മാർക്ക് ചെയ്യാം. നെക്സ്റ്റ് ഇതേപോലെ തന്നെ സെക്കൻഡ് സെറ്റ്, അതായത് വൈയുടെ നേരത്തെ ചെയ്ത പോലെ എക്സിന്റെയും ചെയ്ത പോലെ തന്നെ വൈന്റെയും സെഡിന്റെയും കറസ്പോണ്ടിങ് ഇക്വേഷൻസ് കണ്ടുപിടിക്കാം. ഓക്കെ, ഇക്വേറ്റ് ചെയ്തിട്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് 4 ലാംഡ 1 മൈനസ് 3 ലാംഡ 2 ഈക്വൽ ടു -2 കിട്ടും. 7 ലാംഡ 1 മൈനസ് 8 ലാംഡ 2 ഈക്വൽ ടു -9 കിട്ടും. ഇനി ഏതെങ്കിലും ഇക്വേഷൻസ് സോൾവ് ചെയ്യാം. അതിൽ നിന്ന് ഇപ്പോൾ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് സോൾവ് ചെയ്തപ്പോൾ നമുക്ക് ലാംഡ 1 1ഉം ലാംഡ 2 2ഉം കിട്ടി. അതെന്തായാലും ഇക്വേഷൻ 3 സാറ്റിസ്ഫൈ ചെയ്യും. ഓക്കെ, കാരണം നമുക്ക് പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ ആണല്ലോ കാണുന്നത്. അപ്പോൾ എല്ലാം ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ കറസ്പോണ്ടിങ് എക്സ് വൈ സെഡ് വാല്യൂസ് വിൽ ബി സെയിം. അപ്പോൾ പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ ഇനി കണ്ടുപിടിച്ചൂടെ? ഏതെങ്കിലും ഒരു സെറ്റിൽ നമ്മൾ ആ വാല്യൂസ് കൺസിഡർ ചെയ്യാം. ഇപ്പോൾ 4 പ്ലസ് 1 -3 -4 -1 പ്ലസ് 7. ഇതിപ്പോൾ സ്പെസിഫിക് വാല്യൂ തന്നെ കൺസിഡർ ചെയ്യണമെന്നില്ല. നമുക്ക് ഏതെങ്കിലും ഒരു സെറ്റിൽ ഇതേപോലെ ഈ ലാംഡ 1 ലാംഡ 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കറസ്പോണ്ടിങ് എക്സ് വൈ സെഡ് കോർഡിനേറ്റ് കിട്ടും. അതിപ്പോൾ നമ്മൾ എടുത്ത 3 സെറ്റില്ലേ, അതിലും എല്ലാത്തിനും കോമൺ ആയിരിക്കും. ക്ലിയർ ആയോ? ആ സ്പെസിഫിക് സെറ്റ് ഫസ്റ്റ് തന്നെ എടുക്കണം, സെക്കൻഡ് തന്നെ എടുക്കണം, അങ്ങനെയില്ല. ഏത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലും ദാറ്റ് വിൽ ബി കോമൺ. അപ്പോൾ 4 പ്ലസ് 1 -3 -4 -1 പ്ലസ് 7, അതായത് 5 -7 6. ഇതാണ് പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ ആയിട്ട് കിട്ടുക. ഇനി നമുക്ക് ഡിസ്റ്റൻസ് ഫോർമുല യൂസ് ചെയ്യാം. ഈ രണ്ട് പോയിന്റ്സ് തമ്മിലുള്ള വാല്യൂ കണ്ടുപിടിക്കാം. അത് ജസ്റ്റ് ഇതേപോലെ 1 - 5, ഒന്നെങ്കിൽ 5 - 1 ഹോൾ സ്ക്വയർ അങ്ങനെ എടുക്കാം, അല്ലെങ്കിൽ നേരെ തിരിച്ചു. ഓക്കെ, കറസ്പോണ്ടിങ് ഡിഫറൻസ് സ്ക്വയർ ചെയ്യുക, ആഡ് ചെയ്യുക. അപ്പോൾ റൂട്ട് ഓഫ് 16 പ്ലസ് അടുത്ത എന്താ -4 -7 എടുക്കുകയാണെങ്കിൽ അപ്പോൾ ആ വാല്യൂ എന്ന് പറയുന്നത് 3 ആണ് വരിക. ഡിഫറൻസ് അതിൻ്റെ സ്ക്വയർ 9. ഇനി ഇതേപോലെ 7 and 6 ഡിഫറൻസ് 1, അതിൻ്റെ സ്ക്വയർ 1. Root of 16 plus 9 plus 1, that is root 26. Next question. The angle between the lines 2x equal to 3y equal to -z and 6x equal to -y equal to -4z is A 30 degree, B 45 degree, C 90 degree, D 0 degree. Correct answer option C ആണ് 90 degree. എക്സ്പ്ലനേഷൻ നോക്കൂ. അതായത് പെയർ ഓഫ് ലൈൻസിനെ നമ്മൾ ജനറൽ ആയിട്ട് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? എക്സ് ബൈ A1 is equal to y by B1 equal to z by C1. സിമിലർലി എക്സ് ബൈ A2 equal to y by B2 equal to z by C2. അതിന്റെ ആംഗിൾ, ആ പെയർ ഓഫ് ലൈൻസ് തമ്മിലുള്ള ആംഗിൾ എന്ന് പറയുന്നത് cos inverse of A1 A2 plus B1 B2 plus C1 C2 divided by square root of A1 square plus B1 square plus C1 square into root of A2 square plus B2 square plus C2 square. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ഇക്വേഷൻസ് രണ്ടെണ്ണം കൺസിഡർ ചെയ്യാം. ഓക്കെ, ഇവിടെ സെപ്പറേറ്റ് ആയിട്ടാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് സെക്ഷൻ ആൻഡ് സെക്കൻഡ് സെക്ഷൻ. അപ്പോൾ ഇതാണ് ഫസ്റ്റ് സെറ്റ് ഓഫ് ലൈൻ ആൻഡ് സെക്കൻഡ് സെറ്റ് ഓഫ് ലൈൻ. അതിൽ 2x equal to 3y equal to -z. അപ്പോൾ എന്ത് ചെയ്താൽ മതി? ഈ 2ന്റെയും 3ന്റെ എല്ലാത്തിൻ്റെയും കോഎഫിഷ്യന്റ് ജസ്റ്റ് ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ എടുക്കാം. അപ്പോൾ അത് 6 ആണ്. അപ്പോൾ ഡിവൈഡ് ബൈ 6 ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഏറ്റവും സിംപ്ലസ്റ്റ് ഫോമിൽ നമുക്ക് കിട്ടും. ഓരോ ടേംസും ബൈ 6 ചെയ്യുക. സോ 2x by 6 equal to 3y by 6 equal to -z by 6. അതായത് x by 3 is equal to y by 2 equal to z by -6. അതേപോലെ തന്നെ ഇവിടെ 6ഉം 4ഉം അല്ലേ? അപ്പോൾ അതിൻ്റെ ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ എന്ന് 12. അപ്പോൾ ത്രൂ ഔട്ട് ഡിവൈഡ് ബൈ 12 ചെയ്യുക. അപ്പോൾ കോമൺ ഫാക്ടേഴ്സും ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ x by 2 equal to y by -12 equal to z by -3. ഇതായിരിക്കും സിംപ്ലസ്റ്റ് ഫോമിൽ നമുക്ക് കിട്ടുക. ഇനി തീറ്റയുടെ വാല്യൂ കണ്ടുപിടിക്കുക, കോസ് ഇൻവേഴ്സ് ഓഫ്. നമുക്ക് ഓരോ ടേംസ് അറിയാലോ. ഇതേപോലെ ഫസ്റ്റ് സെറ്റിൽ A1 3 ആണ്, B1 2 ആണ്, C1 -6 ആണ്. അതേപോലെ സെക്കൻഡ് സെറ്റിൽ A2 2 ആണ്, B2 -12 ആണ്, C2 -3 ആണ്. കറക്റ്റ് ആയിട്ട് ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ 3 ഇൻറ്റു, അതായത് A1 A2 എന്ന് പറയുന്നത് 3 ഇൻറ്റു 2 അങ്ങനെ കറസ്പോണ്ടിങ് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ കോസ് ഇൻവേഴ്സ് ഓഫ് 6 minus 24 plus 18 divided by root of 9 plus 4 plus 36 into root of 4 plus 144 plus 9. അപ്പോൾ ന്യൂമറേറ്റർ നോക്കിയാൽ തന്നെ അറിയാം 18 plus 6 24 ആണ്. 24 minus 24 0 ആണ്. കോസ് ഇൻവേഴ്സ് 0 കിട്ടും. ദാറ്റ് ഇസ് 90 ഡിഗ്രി ആണ് ആൻസർ. കോസ് 90 ആണ് 0. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. Find the shortest distance between the lines
x plus 3 by minus 4 is equal to y minus 6 by 3 is equal to z by 2. And x plus 2 by minus 4 equal to y by 1 equal to z minus 7 by 1. അപ്പോൾ രണ്ട് ലൈൻസ് തന്നിട്ട് ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാം. A 6, B 7, C 9, D 11. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, 9 ആണ് ആൻസർ. അപ്പോൾ എക്സ്പ്ലനേഷൻ നോക്കൂ. അതായത് ലൈൻസിന്റെ ഇക്വേഷൻ തന്നിട്ടുണ്ട്. അപ്പോൾ കമ്പയർ ചെയ്യാം നമ്മുടെ ജനറൽ ഫോം ആയിട്ട്. അതായത് എക്സ് മൈനസ് എക്സ് വൺ ബൈ എ വൺ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് എ വൺ എന്ന് പറയുന്ന വാല്യൂ എന്താ കിട്ടുക? -4 കിട്ടും അല്ലേ? അതായത് എക്സ് മൈനസ് എക്സ് വൺ ബൈ എ വണ്ണും എക്സ് പ്ലസ് 3 ബൈ -4ഉം കമ്പയർ ചെയ്താൽ എ വൺ -4 കിട്ടും. എക്സ് വൺ എന്ത് കിട്ടും? എക്സ് വൺ ആണ് 3. അപ്പൊ എക്സ് വൺ എന്താ? -3. അതുപോലെ ബാക്കി ഇപ്പൊ y മൈനസ് 6 ബൈ 3 ഈക്വൽ ടു y മൈനസ് വൈ വൺ ബൈ ബി വൺ കമ്പയർ ചെയ്താൽ ബി വൺ 3 കിട്ടും, y വൺ എന്ന് പറയുന്നത് 6 കിട്ടും. കണ്ടോ? y1 6ഉം b1 എന്ന് പറയുന്നത് ഇതേപോലെ 3 കിട്ടി. അതേപോലെ z1 0, c1 2 കിട്ടും. സിമിലർലി x2 y2 z2 a2 b2 c2 കിട്ടും. ക്ലിയർ ആയല്ലോ? സെക്കൻഡ് സെറ്റ് ഓഫ് ലൈൻസ് കമ്പയർ ചെയ്തിട്ട്. ഓക്കെ, ഈ രണ്ട് സെറ്റ് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതർ കോർഡിനേറ്റ്സ് കിട്ടും. ഇനി നമുക്ക് ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനുള്ള രണ്ട് സ്ക്യൂ ലൈൻസ് നമ്മൾ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല ഡിറ്റർമിനന്റ് ഓഫ് x2 മൈനസ് x1 y2 മൈനസ് y1 z2 മൈനസ് z1 a1 b1 c1 a2 b2 c2. ഇതാണ് ന്യൂമറേറ്റർ. ഡിനോമിനേറ്ററിൽ a1 b2 മൈനസ് a2 b1 ഹോൾ സ്ക്വയർ പ്ലസ് b1 c2 മൈനസ് b2 c1 ഹോൾ സ്ക്വയർ പ്ലസ് c1 a2 മൈനസ് c2 a1 ഹോൾ സ്ക്വയർ. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഈ ന്യൂമറേറ്ററിൽ ഡിറ്റർമിനന്റ് വാല്യൂ കണ്ടുപിടിക്കാം. അപ്പോൾ നമുക്ക് x2 x1 എല്ലാം വാല്യൂസ് അറിയാം. അപ്പോൾ x2 മൈനസ് x1 1 കിട്ടും, y2 മൈനസ് y1 -6, z2 മൈനസ് z1 7. ബാക്കി a1 b1 c1 a2 b2 c2 നമ്മൾ ഓൾറെഡി കമ്പയർ ചെയ്ത് കണ്ടുപിടിച്ചു. അതും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഓക്കെ, ഇതിന്റെ വാല്യൂം കണ്ടുപിടിക്കാം. സോ ഈ ഡിറ്റർമിനന്റ് വാല്യൂ നമുക്ക് 81 കിട്ടും. സിമിലർലി നമ്മൾ ഡിനോമിനേറ്റർ വാല്യൂ a1 b1 ഇതുപോലെ a2 b2 c1 c2 ഇതെല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് √81 ദാറ്റ് ഇസ് 9 ആണ് ആൻസർ കിട്ടും. ക്ലിയർ ആയല്ലോ? സോ 81 ഡിവൈഡ് ബൈ 9 നമ്മൾ ഓൾറെഡി രണ്ടും സെപ്പറേറ്റ് കണ്ടുപിടിച്ചു. 81 ഡിവൈഡ് ബൈ 9 9. ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ലൈൻസ് 9 ആണ് കിട്ടുക. താങ്ക് യു.